നഷ്ടപ്പെട്ട മഴയെക്കുറിച്ചായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ആദ്യം എന്ന് പറയുന്നത്. മമ്മൂട്ടിനൊക്കെ റാഗ് ചെയ്തിട്ടുള്ള ആളാണ് പുള്ളി. ഒരുപാട് കീരിക്കാടൻ ജോസുമാരുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു എൻ്റെ മതിലകം. എൻ്റെ സൗഹൃദങ്ങൾ ഇപ്പോഴും അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലുള്ള സൗഹൃദം ഇപ്പോഴും തുടങ്ങി. ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. എമ്പുരാൻ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാലിനടക്കം ആക്രമിക്കുന്നതിന് കാര്യം മരണത്തോട് പുള്ളിക്ക് വലിയ ഇഷ്ടം. മരണം എന്ന് പറയുന്നത് ഞാൻ അവനോട് സംസാരിക്കാറുണ്ട് എന്നൊക്കെയാണ് പുള്ളി. അവരെന്റെ മുസ്ലിം ഐഡന്റിറ്റി പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്നോട് പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞു. ആദ്യം തന്നെ പറയാം, നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും മഴ ഭയങ്കര ഒബ്സഷനാണ്. അപ്പോൾ പുറത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണാമല്ലോ, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള മലയാളികൾ എപ്പോഴും സംസാരിക്കുന്നത് മഴയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഇടവപ്പാതി. ഞാൻ അന്ന് ആ പുസ്തകത്തിൽ എഴുതിയത്, ഞാൻ ആദ്യം മദ്രാസിൽ സ്ഥിരതാമസത്തിന് ചെല്ലുന്നത് ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ്. ഈ ജൂൺ ജൂലൈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മഴക്കാലമാണ്, ഇടവപ്പാതിയൊക്കെയാണ്, കർക്കിടകമൊക്കെ ആയിട്ട് നല്ല വെള്ളമാണ്. പക്ഷേ മദ്രാസിനെ സംബന്ധിച്ചോളം നമ്മൾ മദ്രാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആ കാലത്ത് മദ്രാസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വരുള്ളൂ. ഇപ്പൊ ചെന്നൈയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ആ സമയത്ത് ഭയങ്കര ചൂടാണ്. പ്രത്യേകിച്ചും ജൂൺ ഒരു പകുതി ജൂലൈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിരി എന്ന് പറയുമല്ലോ, അത്രക്ക് കൊടും ചൂടുള്ള സമയമാണ് തമിഴ്നാട്ടിനെ സംബന്ധിച്ചോളം. മദ്രാസിൽ കുറച്ച് കൂടുതൽ വരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെല്ലുന്നത് ഈ കത്തിരി കാലത്ത് തന്നെ. ഒരു 10-20 ദിവസം ഭയങ്കര ചൂടായിരിക്കും, നമുക്കിതറിയില്ലല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ താമസം തുടങ്ങി വേർത്ത് ഒഴുകി റോട്ടിൽ ഇറങ്ങാൻ പറ്റില്ല, അത്രയും ചൂടൊക്കെ ആയിട്ടിരിക്കുമ്പോൾ വൈകുന്നേരം. അപ്പം അന്ന് മൊബൈലൊന്നുമില്ല, വല്ലപ്പോഴാണ് നാട്ടിലേക്കൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ കത്തെഴുതുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഇവിടെ ഭയങ്കര മഴയാണെന്ന് പറയും. അപ്പോൾ നഷ്ടപ്പെട്ട മഴയെക്കുറിച്ചായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ആദ്യം എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് സിനിമയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി മദ്രാസിൽ ചെന്ന് താമസിക്കുമ്പോൾ എനിക്കെൻ്റെ പ്രിയപ്പെട്ട മഴ നഷ്ടപ്പെടുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു സങ്കടം. എപ്പോഴാണ് മഴയോട് ഇഷ്ടം തോന്നിയതെന്ന് എനിക്കറിയില്ല. എൻ്റെ ആദ്യത്തെ കുട്ടിക്കാലത്തെ ഓർമ്മയിൽ തന്നെ ഈ സ്കൂൾ തുറക്കുമ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാമല്ലോ, മഴ ആയിരിക്കും. സ്കൂൾ തുറക്കുന്ന ദിവസം മഴയായിരിക്കും. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന മതിലകം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് നേരെ മുമ്പിലാണ് സ്കൂൾ. അപ്പോൾ നേരെ നടന്നാൽ മതി. സ്കൂൾ ഫസ്റ്റ് ബെല്ല് അടിക്കുമ്പോഴാണ് മിക്കവാറും വീട്ടിൽ നിന്ന് ഞാൻ സ്കൂളിലേക്ക് പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്തിൻ്റെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കുറേ ദൂരെ താമസിക്കുന്നു, ക്ലാസ്മേറ്റ്സൊക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ പറയും മഴയത്ത് നനഞ്ഞ്. പണ്ട് സ്കൂൾ ബസ്സൊന്നുമില്ല, ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് സ്കൂൾ ബസ്സൊന്നുമില്ല. എല്ലാവരും കുറേ ദൂരം നടന്നിട്ടൊക്കെ തന്നെയാണ് ക്ലാസ്സിൽ വരിക. അപ്പോൾ ഈ തോട്ടിലൊക്കെ ചാടി മഴയൊക്കെ നനഞ്ഞ് വരുന്ന കൂട്ടുകാർ മഴ നനഞ്ഞ് ഒലിച്ച് വരുമ്പോഴേ ഞാനൊരിക്കലും അങ്ങനെ മഴ നനഞ്ഞ് സ്കൂളിലേക്ക് പോയിട്ടില്ല. കാരണം മഴ ഉണ്ടെങ്കിൽ തന്നെ കുടയിട്ട് നേരെ അങ്ങ് നടന്നിരുന്ന നേരെ മുമ്പിലാണ് സ്കൂൾ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മഴക്കാലത്ത് ഇങ്ങനെ ഓടി നടന്ന് ചെളിയിലൊക്കെ അല്ലെങ്കിൽ തോട്ടിലേക്ക് ഇതാണെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ എൻ്റെ പാരൻസ് പൊതുവെ അങ്ങനെ വിടാറില്ല. ഞാനുണ്ടായിരുന്ന എൻ്റെ അനിയനോട് മിക്കവാറും നമ്മളിങ്ങനെ മഴ നഷ്ടപ്പെടും. അപ്പോൾ വീട്ടിലാണ് മഴ കുടയിട്ട് മഴയത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിക്കാലമൊക്കെ എനിക്ക്. വലിയ പറമ്പൊക്കെ ഉള്ളൊരു തറവാട് വീട്ടിലാണ്, പഴയ കാലത്ത് ഒരു തറവാട് വീട്ടിലാണ് എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞത്. അങ്ങോട്ട് മഴയോട് വലിയ ഇഷ്ടമാണ്. പിന്നെ മദ്രാസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മഴ നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് എൻ്റെ സിനിമകളിൽ ഞാൻ മിക്കവാറും എല്ലാ സിനിമകളിലും തന്നെ മഴ ഉപയോഗപ്പെടുത്തിയിരുന്നതാണ്. മഴ ഷൂട്ട് ചെയ്യാത്ത സിനിമകൾ വളരെ കുറവായിരിക്കും, പാട്ടിലെങ്കിലും മഴയുണ്ടാവും. ഇപ്പോൾ ഫുൾ മഴയത്ത് ഷൂട്ട് ചെയ്ത പടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, പെരുമഴക്കാലം എന്ന് പറഞ്ഞ പടം ഫുൾ മഴയത്താണ് ഷൂട്ട് ചെയ്തത്. മഴയത്ത് ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു ആദ്യത്തെ 1-2 ദിവസം മഴ ഉണ്ടായിരുന്നു, പിന്നെ മഴ അങ്ങ് മാറി. ഞങ്ങൾ ഓഗസ്റ്റിലാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. ഞങ്ങൾ വിചാരിച്ച് മഴയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ മഴയില്ല, നല്ല വെയിലുമായി. പക്ഷെ നമുക്ക് മഴയത്ത് ഫുൾ പടം ഷൂട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഈ മഴ ഇതുണ്ടല്ലോ അന്ന് 2 ഇത് വെച്ചിട്ട് വണ്ടി വെച്ചിട്ട് മഴ വണ്ടി എന്ന് പറയുന്നത്, അങ്ങനെ റെയിൻ ഉപയോഗിക്കാനുള്ള വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഫുൾ ടൈം ലൊക്കേഷനിൽ ഇവൻ പുഴയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും ഈ വണ്ടി വേറൊരു വണ്ടി കൊണ്ടുവന്നിട്ട് വള്ളത്തിൽ കെട്ടി വെച്ചിട്ടൊക്കെയാണ്. എന്നിട്ട് പുഴയിൽ നിന്ന് തന്നെ ഓസിട്ടിട്ട് അടിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ. കാരണം ആ പടത്തിൽ തന്നെ വള്ളം തുഴഞ്ഞിട്ട് മഴയത്തൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ മഴ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മിക്കവാറും എല്ലാ സിനിമയിലും ഇപ്പോൾ പ്രണയമണി തൂവൽ കൊഴിയും പവിഴമഴ എന്നുള്ള പടം, ആ പാട്ട് ഫുൾ മഴയത്താണ്. അത് നാച്ചുറൽ മഴയായിരുന്നോ? അല്ല, അതെല്ലാം പെയ്ച്ച മഴയാണ്. അതിലേറ്റവും രസമുള്ള സംഭവം വെച്ചാൽ ഊട്ടിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഊട്ടിയിൽ ഷൂട്ട് ചെയ്യണമെന്ന് നമുക്കറിയാം, ഊട്ടിയിൽ നല്ല തണുപ്പാണ്. അപ്പോൾ മഴ പെയ്ച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണം. ആ സോങ്ങിന്റെ മിക്കവാറും പോർഷൻസ് കുറേയൊക്കെ കുട്ടനാട് എടുത്ത് പിന്നെ നമ്മൾ ഊട്ടിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര തണുപ്പ് വെള്ളത്തിന്. അപ്പോൾ ഇതുപോലെ മഴ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് അടിച്ചു കഴിയുമ്പോഴേ വാലിപ്പുളിയെ നനഞ്ഞിട്ട് വിറക്കുക ഓരോ ഷോട്ടിൽ. ഫുൾ മഴ അടിക്കുകയല്ലേ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ചെയ്തത് പ്രതിവിധി, മഴയത്ത് അങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അസുഖം വരും. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു
ഇതിൽ ഹോട്ടലിൽ പറഞ്ഞിട്ട് ഒരു വലിയ ഇതിൽ ബാരലിൽ കൊണ്ടുവന്നിട്ട് വെള്ളം ചൂടാക്കിയിട്ട് കൊണ്ടുവച്ചു. ഒരു ഷോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഭാനുപ്രിയ പോയി നിൽക്കും. ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അവർ തലയിൽ കൂടി ചൂടുവെള്ളം ഒഴിക്കും. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു ബ്ലാങ്കറ്റ് പുതപ്പിച്ചിട്ട് അവിടെ ഇരിക്കും. മനസ്സിലായില്ലേ? അടുത്ത ഷോട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് ആ ബ്ലാങ്കറ്റ് പുതച്ചിട്ട് അവരിരിക്കുക. അടുത്ത ഷോട്ട് ആകുമ്പോൾ ഈ ബ്ലാങ്കറ്റ് മാറ്റിയിട്ട് മഴയത്ത് വരും, വീണ്ടും ഇതേപോലെ ചൂടുവെള്ളം ഒഴിക്കും. അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ അതേപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ മഴയത്തൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് സിനിമയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഭംഗി തോന്നും. അതെ, അങ്ങനെ മഴ ഭയങ്കര ഇതാണ്. അപ്പോൾ പല സിനിമകളിൽ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ചമ്പക്കുളം തച്ചൻ എന്ന് പറഞ്ഞ പടത്തിൽ മഴ സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ അതിൻ്റെ ക്ലൈമാക്സിൽ ഈ വള്ളം നീറ്റിലിറക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്, ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് ഈ ചുണ്ടൻ വള്ളം നീറ്റിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുക. എല്ലാം പ്ലാൻ ചെയ്തപ്പോൾ ഇതേപോലെ ഇപ്പം നമ്മൾ ഭയങ്കര മഴയല്ലേ ഇന്നത്തെ ദിവസം, അതുപോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന രാവിലെ മുതൽ എല്ലാ ആർട്ടിസ്റ്റുകളും വന്ന് ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വന്നിട്ട് മഴ നിൽക്കുന്നേ ഇല്ല. നമുക്ക് മഴയത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കാരണം അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്, കുറേ വലിയ സീക്വൻസാണ്. എന്നാലും മഴ നിന്ന് കഴിഞ്ഞാൽ മഴയത്ത് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ്, ഒരു ഷോട്ടിൽ മഴ ഉണ്ടാവും, അടുത്ത ഷോട്ട് വരുമ്പോൾ ചിലപ്പോൾ മഴ നിന്നില്ല, പിന്നെ നമ്മൾ മഴ വണ്ടി അന്വേഷിച്ച് നടക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ റിയൽ മഴ അധികം സിനിമയിൽ ഉപയോഗപ്പെടുത്താറില്ല. അത് ഫുൾ ഡേ മഴയായിരുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വൈകിട്ട് 4-5 മണി വരെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ലൈറ്റ് പോയി, അന്ന് ഷൂട്ട് ചെയ്തില്ല. നെക്സ്റ്റ് ഡേ നമുക്ക് പ്ലാൻ ചെയ്യാണ്ട് നിർത്തിയില്ല, കാരണം ആർട്ടിസ്റ്റുകളുടെ ഒക്കെ കോമ്പിനേഷൻ, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, അവർക്കൊക്കെ പോകണം. മധുസാറ്, നെടുമുടി വേണു, മുരളി, രംഭ, കെയർ വിജയ് തുടങ്ങിയിട്ട് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കോമ്പിനേഷനുള്ള സീക്വൻസുമാണ്. അപ്പം നമ്മൾ ജഗതി, അങ്ങനെ കുറേ പേരുണ്ട്. ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇതേപോലെ മഴയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയില്ല. അപ്പോൾ മധുസാറ് നമുക്ക് വേറെ ഷെഡ്യൂൾ വെക്കാം, മാറ്റാം, അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ മഴയത്ത് നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് സെക്കൻഡ് ഡേ മഴയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കായലിലേക്ക് ഞാനും ക്യാമറാമാനും എൻ്റെ ഒരു അസിസ്റ്റൻ്റും കൂടി പോയിട്ട് കുറേ ഷോട്ടുകളൊക്കെ എടുത്ത്, മഴയുടെ ഷോട്ടുകളൊക്കെ എടുത്തിട്ട് താറാവ് മഴയത്ത് ഇങ്ങനെ പോകുന്നു, അതൊക്കെ നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ ടൈറ്റിൽസിലൊക്കെ മഴ. അപ്പോൾ അങ്ങനെയൊക്കെ മഴയെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് ഈ ക്ലൈമാക്സ് മഴ മാറിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ചിലപ്പോഴെങ്കിലും അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കും, എനിക്ക് മഴയോട് ഭയങ്കര ദേഷ്യം തോന്നും. ഈ മഴ വരണം പണ്ടാറ വേറെ തമാശയുണ്ട്. ഞാൻ ഏത് പടത്തിന് ഏത് ലൊക്കേഷനിൽ ചെന്നാലും ഇന്ന് വരെയും ഏത് എന്താ പറയുക വേനൽക്കാലത്ത് ഷൂട്ട് ചെയ്താലും ഏതെങ്കിലും ഒരു ദിവസം മഴ ഉണ്ടാവും, മഴ കിട്ടും. അത് എന്താണെന്ന് അറിയില്ല, അതൊരു ഭയങ്കര ഒരു തമാശയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ അസിസ്റ്റൻസ് ഒക്കെ പറയും, സാറ് ഈ മഴ സിനിമയിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സാറിൻ്റെ ലൊക്കേഷനിൽ എപ്പോഴും മഴ പെയ്യുന്നത്. ഇതുപോലും നമ്മൾ നിശ്ചയിച്ചപ്പോഴേക്കും മഴ കനത്തു. അതെ അതെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. എന്താ അല്ല, അതിനൊരു ഇതുണ്ട്, തമാശ അങ്ങനെ ഒരുപാടുണ്ട്. ഒരു തമാശ ഓർക്കുന്നത് ഗ്രാംഫോൺ എന്ന് പറഞ്ഞ പടം, അതിൽ പൈക്കുറുമ്പിയെ മേയ്ക്കുന്നുള്ള പാട്ടുണ്ട്. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഹംപി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കർണാടകയിൽ ഹംപി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് 400 കിലോമീറ്റർ പോകണം ഈ ഹംപി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അങ്ങനെ ബാംഗ്ലൂരിൽ ചെന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോയി ലൊക്കേഷൻ നോക്കാൻ പോയി കഴിഞ്ഞപ്പോൾ സുരേഷ് കൊല്ലം ഉണ്ട്, നമ്മുടെ ആർട്ട് ഡയറക്ടറാണ്. അപ്പോൾ പുള്ളി അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ 1.5 വർഷമായിട്ട് മഴ പെയ്തിട്ടില്ല എന്ന് പറയും. കഴിഞ്ഞ സീസണിലും മഴ പെയ്തിട്ടില്ല, മഴ വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് ഈ ഹംപി എന്ന് പറയുന്നത്. ഈ വിജയനഗര സാമ്രാജ്യമൊക്കെ പഴയ ബിൽഡിങ്സ് സ്ട്രക്ചറൊക്കെ ചരിത്ര നഗരമാണ്. അപ്പം മഴയില്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ലൊക്കേഷനെ കണ്ട് പോന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളുണ്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് സുരേഷ് കൊല്ലം അവിടെ പോയിട്ട് സെറ്റപ്പ് ചെയ്യുമ്പോഴും ഞാൻ പോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ട്. ഞാൻ സുരേഷിനെ വിളിച്ചു ചോദിച്ചു, സുരേഷെ മഴയൊന്നും ഉണ്ടാവില്ലല്ലേ, നമ്മൾ ആകെ 3 ദിവസം പ്ലാൻ ചെയ്തേക്കണ സോങ് അവിടെ തീർക്കണം. സാർ ഇവിടെ മഴ പെയ്തിട്ട് 1.5 വർഷമായിരുന്നു. ഞങ്ങൾ രാവിലെ ലൊക്കേഷനിലെത്തി, നല്ല വെയിൽ, സൺലൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ബ്രൈറ്റ് സൺ, എല്ലാം ചെയ്ത് ഉച്ചവരെയും നല്ല ലൈറ്റിലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഷൂട്ടിങ് തുടങ്ങാൻ പോകുമ്പോൾ ക്ലൗഡ്സ് വന്നു. അപ്പോൾ അവിടുത്തെ ലോക്കൽ ആൾക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ലില്ല അത് മേഘം വരുമ്പോൾ അങ്ങനെ പോകും, മഴയൊന്നും പെയ്യില്ല. ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ. അവിടുത്തെ നാട്ടുകാർക്ക് തന്നെ ഭയങ്കര അത്ഭുതം, ഇവിടെ മഴ പെയ്തിട്ട് 1.5 വർഷമായി. അപ്പോൾ എല്ലാവരും പറയണത് സാറ് വന്നുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ സിനിമ ഷൂട്ടിങ് അന്ന് രാത്രി വരെ മഴയായിരുന്നു, പക്ഷെ പിറ്റേ ദിവസമൊക്കെ സൺ ഒക്കെ ആയിരുന്നു, അങ്ങനെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാറുണ്ട് ഈ തമാശയായിട്ട്, ഇങ്ങനെ മഴ നമ്മളെ വിടാതെ ഞാൻ കൂടെ സഞ്ചരിക്കുകയാണ്. പക്ഷെ എനിക്കിഷ്ടമാണ്, എന്നാൽ പോലും എനിക്കിഷ്ടമാണ്. എന്തൊക്കെ മഴ ഉണ്ടെങ്കിലും ആ മഴ അങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ആഹ്ലാദം വരും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മഴ എന്ന് പറയുന്ന എല്ലാ മനുഷ്യരും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മലയാളിയെ സംബന്ധിച്ചോളം നൊസ്റ്റാൾജിയാണ്, ലോകത്തുള്ള എല്ലാവരുടെ സംബന്ധിച്ചോളം മഴയ്ക്ക് ഭയങ്കര പലതരം ഫീലിങ്സ് ആണ്. നമുക്കറിയാലോ, നമുക്ക് പ്രണയം വന്നാൽ മഴയോട് നമുക്ക് വല്ലാത്ത പ്രണയത്തെ നമ്മൾ എൻഹാൻസ് ചെയ്യും. മഴ വിഷമം വന്നു കഴിഞ്ഞാൽ, ദുഃഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ നമുക്ക് വല്ലാത്തൊരു സങ്കടമാണ്, കണ്ണീരാണ്. ആഹ്ലാദം വന്നു കഴിഞ്ഞാൽ മഴയുണ്ട്. വിരഹം ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ പ്രണയമായിട്ട് ബന്ധപ്പെട്ട് വിരഹം. അത് ഞാൻ പല സിനിമയിലും അത് ചെയ്തിട്ടുള്ള ആളുമാണ്. അപ്പോൾ മഴ അധികം ഇല്ലെങ്കിൽ പോലും മേഘമൽഹാർ എന്ന് പറഞ്ഞ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും
മഴയെ കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ മഴ എൻ്റെ സിനിമാ ജീവിതമായിട്ടും എൻ്റെ ജീവിതമായിട്ടൊക്കെ തന്നെ വളരെയധികം ബന്ധപ്പെട്ട് പക്ഷെ കിടക്കുന്ന ഇപ്പോൾ ആളുകൾ ഈ മഴയെക്കുറിച്ച് നെഗറ്റീവായിട്ടും സംസാരിക്കാറുണ്ട്. ഇപ്പം മഴക്കെടുതി എന്ന് പറയുക, അല്ലെങ്കിൽ പൊറുതി മുട്ടിക്കുന്ന മഴ എന്നൊക്കെ പറയുക. പക്ഷേ മഴയല്ല അവിടെയൊക്കെ കുഴപ്പം, നമ്മുടെ റോഡുകളും നമ്മുടെ പരിസ്ഥിതിയും കുഴപ്പമായതുകൊണ്ടാണ് മഴ. തീർച്ചയായിട്ടും മഴയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടുന്നത്. കാരണം നമ്മുടെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷിക്കുന്ന കാര്യത്തിൽ പരിസ്ഥിതി മലിനീകരണം, ഇതൊക്കെ പല പല കാരണങ്ങളാൽ, പിന്നെ ഒരുപാട് കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ വന്നുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയിലും നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ വന്നിട്ടുള്ള മാറ്റം സ്വാഭാവികമായിട്ടും പ്രളയമൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയല്ലേ. നമ്മളെല്ലാവരും കണ്ടാണല്ലോ 2018 പ്രളയം നമ്മളൊക്കെ അനുഭവിച്ചവരല്ലേ. അന്ന് ഭാഗ്യത്തിന് എൻ്റെ വീട്ടിലൊന്നും വെള്ളം കയറിയില്ല, അത് ഒരു വലിയ ഒരു ഇതായിരുന്നു. പക്ഷെ ഈ പരിസരങ്ങളിൽ അധികം ഉണ്ടായില്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ആലുവയിലും അവിടെയൊക്കെ ഒരുപാട് വെള്ളം വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ഓരോ എന്താ പറയുക, കാലവർഷം വരുമ്പോഴും ജനങ്ങൾ മഴയെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ പേടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാലാവസ്ഥയായി ബന്ധപ്പെടുത്തി പറയുമ്പോഴേ, മഴയില്ലെങ്കിൽ കേരളം ഒരിക്കലും ഇപ്പോഴത്തെ കേരളം ആവില്ല എന്ന് പറയുന്നു. മഴ മാത്രമല്ല, ഇവിടുത്തെ പച്ചപ്പ്, ഇതിൻ്റെ എല്ലാ പ്രകൃതി ഘടനയും മാറും. മഴയാണ് കേരളത്തെ രൂപപ്പെടുത്തുന്നത് പറയാറുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കാലാവസ്ഥയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അത് തന്നെയാണ്. 6 മാസത്തെ മഴയും 6 മാസത്തെ വേനലുമാണ് നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചുള്ളത്. കേരളത്തിൻ്റെ ഞാറ്റുവേല എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണല്ലോ. നമ്മുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇതാണ് ഈ മഴയുടെ ഇത്. പണ്ട് മഹാരാജാവ് പറഞ്ഞു കേട്ടൊരു തമാശയുണ്ട്, എനിക്ക് തോന്നുന്നത് സാമൂതിരി അങ്ങോട്ടാണെന്ന് തോന്നുന്നു, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരും മറ്റേ കൊളോണിയൽ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടുന്ന് കുരുമുളക് ഇഷ്ടം പോലെ കൊണ്ടുപോകുമല്ലോ. ഈ കുരുമുളക് ഇങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മുടെ കുരുമുളകൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിനി എന്ത് ചെയ്യും എന്ന് രാജാവിനോട് ചോദിച്ചു. ഇങ്ങനെ രാജാവിനെ കൊടുക്കണം അവർക്ക്. രാജാവ് പറഞ്ഞ പ്രസിദ്ധമായ മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നമ്മളെ കുരുമുളകെല്ലാം കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നമ്മുടെ ഞാറ്റുവേല അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം ഞാറ്റുവേല അത്രമാത്രം അനുഗ്രഹമാണ്. ഈ നാട് എങ്ങനെയൊക്കെയാണ് സാറിൻ്റെ വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ എഴുത്തിലോ സിനിമയിലോ ചിന്തയിലോ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവുമല്ലോ? ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്ര പ്രാധാന്യം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പണ്ട് കേരളത്തിൻ്റെ തലസ്ഥാനമായിരുന്നു, അതായത് മുസിരീസ് എന്ന് പറയുന്ന, ഇപ്പം നമുക്കറിയാലോ, മുസിരീസ് ഹെറിറ്റേജ് മുസിരീസ് പൈതൃക പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പദ്ധതി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ചേരമാൻ പള്ളിയൊക്കെ നവീകരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുസിരീസിൻ്റെ പൈതൃകം എന്ന് പറയുന്നതുള്ള നഗരമാണ്, പട്ടണമാണ് ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. മറ്റൊന്ന്, സാംസ്കാരികമായിട്ടുള്ളൊരു പൈതൃകമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ പൈതൃകമുണ്ട്. നമുക്കറിയാം, ഇവിടെ ഈ മുസ്ലിം ആദ്യമായിട്ട് ഇസ്ലാം ഉണ്ടാകുന്നത്, ഒരു പള്ളി വരുന്നത് കൊടുങ്ങല്ലൂരിലാണ്, ചേരമാൻ പള്ളി. അതുപോലെ തന്നെ തോമാസ് ലീഹ വന്നിട്ട് ഇറങ്ങിയത് ഇവിടെയാണ്, പള്ളി സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ അഴീക്കോട് എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിലുള്ള പ്രദേശമാണ്. അതിനു മുമ്പ് ബുദ്ധക്ഷേത്രങ്ങളായിരുന്നു ഇവിടെ, നിറയെ ബുദ്ധന്മാർ ഒരുപാടുണ്ടായി എന്ന് പറയും. പിന്നെ ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിൽ ഒരുപാട് ഹിന്ദു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈന്ദവ ക്ഷേത്രങ്ങൾ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബുദ്ധ ക്ഷേത്രങ്ങളൊക്കെ ഇല്ലാണ്ടാവുകയും, അങ്ങനെ ബുദ്ധിസ്റ്റുകളുടെ ഒരു കേന്ദ്രമായിരുന്നു കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്നു പറയപ്പെടുന്നു. നമുക്കറിയില്ല, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. പിന്നീട് ഹൈന്ദവ പുരാണം, ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലം, ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ പൈതൃകം, ഹൈന്ദവ പൈതൃകം, ഇതൊന്നും കൂടാതെ ജൂവിഷ് കൾച്ചർ ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ ജൂതന്മാർ വന്നിട്ട്, അന്ന് ജൂതന്മാരും ആദ്യം വന്നിട്ട് ഈ പോർച്ചുഗീസ് ഇവരൊക്കെ വന്നിട്ട് അവരുടെ മൈഗ്രേഷനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരിൽ കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇവിടെ കോട്ടയൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ മാള, ഈ പ്രദേശങ്ങളിലായിരുന്നു ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം അവരൊന്നുമില്ല, എങ്കിലും അതിൻ്റെ അവശേഷിപ്പുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പല കൾച്ചറുകൾ ഉണ്ടായിരുന്നു. ഈ മതസൗഹാർദ്ദം, ഇവരെല്ലാവരും കൂടി നല്ല സൗഹൃദത്തിൽ ജീവിച്ച ഒരു പ്രദേശമായിരുന്നു. ഇന്നും കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് പലരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, കൊടുങ്ങല്ലൂരിൽ ആ മതസൗഹാർദ്ദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അല്പസ്വല്പം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ, മതവർഗീയ സംഘടനകൾ ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്നും എല്ലാ കമ്മ്യൂണിറ്റിയും നല്ല രീതിയിൽ ഒരുമിച്ച് ജീവിച്ചു പോകുന്ന ഒരു പ്രദേശവും. അതുപോലെ തന്നെയാണ് സാംസ്കാരികമായിട്ടുള്ള പൈതൃകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ചെങ്കുട്ടവരുടെ കാലം മുതൽ നമുക്കറിയാം. ഇപ്പോൾ ചിലപ്പതികാരം ഇവിടെ തൃക്കണാമതിലകം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന മതിലകത്തിൻ്റെ പരിസര പ്രദേശത്ത് തൊട്ടടുത്തുള്ള സ്ഥലമാണ് തൃക്കണാമതിലകം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് നടക്കാവുന്ന ദൂരത്തിലുള്ള സ്ഥലമാണ്. അവിടെ ഇരുന്നിട്ടാണ് പണ്ട് ചിലപ്പതികാരം എഴുതിയതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം വന്ന ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അപ്പോൾ കാവ്യ സംസ്കാരത്തിൻ്റെത്, അതിന് തുടർച്ചയായിട്ട് ഭാസ്കരൻ മാഷ്, അങ്ങനത്തെ ഒരുപാട് കലാകാരന്മാർ, ചലച്ചിത്ര സാഹിത്യ
മേഖലകളിലുള്ള ഒരുപാട് കലാകാരന്മാരുള്ള ഒരു പ്രദേശമാണ്. അങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മളെയൊക്കെ സ്വാധീനിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ഞാൻ ജനിച്ചു വളർന്ന മതിലകത്തിന് അങ്ങനെ ഒരു സാംസ്കാരിക പൈതൃകം ഒന്നും അവകാശപ്പെടാനില്ല. കൊടുങ്ങല്ലൂരിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലമാണ് ഈ മതിലകം എന്ന് പറഞ്ഞാൽ, ഗുരുവായൂർ റൂട്ടിലുള്ള സ്ഥലമാണ്. അന്നൊരു എൻ്റെ കുട്ടിക്കാലത്ത് ഗ്രാമപ്രദേശമാണത്. പക്ഷെ ആ ഗ്രാമപ്രദേശത്തിൻ്റെതായ മനുഷ്യരുടെ ജീവിതവും അതൊക്കെ നമ്മളെ സ്വാധീനിക്കും. അത് ഞാൻ പലയിടത്തും പല രീതിയിൽ എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ദീർഘമായിട്ട് പറയുന്നില്ല. അപ്പോൾ അതൊക്കെ തന്നെ അവിടെ കണ്ടു വളർന്നിട്ടുള്ള മനുഷ്യരെയാണ് നമ്മൾ പലപ്പോഴും സിനിമയിൽ പല രീതിയിലും കഥാപാത്രങ്ങളാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരങ്ങളിൽ നിന്ന് കഥകളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും വരുന്നതാണ്. അതിപ്പോൾ ഇവിടെ ജനിച്ചവർക്ക് മാത്രമല്ലല്ലോ, വേറെ ഏത് പ്രദേശത്ത് ജനിച്ചവർക്കും അവരുടെ നാട് അവരെ സ്വാധീനിക്കുന്നുള്ളത് സത്യമാണ്. കൊടുങ്ങല്ലൂർ പക്ഷെ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ചും കൂടിയും റിച്ച് ആയിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട്. പിന്നെ കലയുടെയും സാഹിത്യത്തിൻ്റെ ഒക്കെ ഒരു കോൺസെൻട്രേഷൻ ഇവിടെ നടന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു സ്വാധീനം. പക്ഷേ ഏതെങ്കിലും സിനിമയിൽ ഡയറക്റ്റ് ആയിട്ട് ഇത് വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ല, അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ സിനിമകളുടെ ഒരു രീതി വേറെയായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മാവനാണ് മൊയ്തുപടിയത്ത്. ഇപ്പം ഞങ്ങളുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ബഹദൂർ, അപ്പോൾ അതൊക്കെ നമ്മുടെ ഫാമിലിയാണ്, കൊടുങ്ങല്ലൂർക്കാരാണ്. ഈ മൊയ്തുപടിയത്ത് കുറേ കൊടുങ്ങല്ലൂർ പരിസരമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുസ്ലിം കഥകൾ എഴുതിയിട്ടുണ്ട്. മുസ്ലിം പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നോവലുകളിൽ അത്തരത്തിലുണ്ട്. അദ്ദേഹം നോവലിസ്റ്റായിരുന്നു. 150-150ഓളം നോവലുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ. ഇപ്പോൾ അദ്ദേഹം കഥ എഴുതിയിട്ടില്ല ഉമ്മ മുതലുള്ള സിനിമകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. കുട്ടിക്കുപ്പായം, അങ്ങനെ കുറേ സിനിമകളൊക്കെ തന്നെ കൊടുങ്ങല്ലൂരിലെ മുസ്ലിം കൾച്ചറിൽ നിന്നുകൊണ്ടാണ് അതിനെയൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ള കഥാപാത്രങ്ങൾ, പേരുകൾ പോലും, കഥാപാത്രങ്ങളുടെ പേരുകൾ പോലും നമ്മുടെയൊക്കെ വീടിൻ്റെ പേര്, നമ്മുടെ കുടുംബ അംഗങ്ങളുടെയൊക്കെ പേരുകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ട്. അപ്പോൾ പിന്നെ ഈ മുസ്ലിം പശ്ചാത്തലത്തിലുള്ള സിനിമകൾ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ രീതിയിൽ ക്ലീഷയാവാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ ഒരേ രീതിയിലുള്ള ടൈപ്പ് സിനിമകളും കഥകളും പിന്നീട് ആ കഥകൾക്കൊന്നും ഈ പുതിയ കാലത്ത് അതിന് വലിയ പ്രസക്തി ഇല്ലാത്ത രീതിയിലേക്ക് മാറുകയും നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം മൊത്തത്തിൽ മാറുകയും ചെയ്തപ്പോഴാണ് ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് കഥകൾ കണ്ടെത്തുന്നത് അധികം ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിന് കാരണം മറ്റൊന്നുമല്ല, പിന്നെയാണ് ഇവിടുത്തെ ഹൈന്ദവ കൾച്ചർ ഇതുപോലെ തന്നെ വളരെ സമ്പുഷ്ടമായിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ സിനിമകളിലൊക്കെ ഹൈന്ദവ കൾച്ചർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മളെയൊക്കെ കൂടുതൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സ്വാധീനിച്ചിട്ടുള്ളത് വള്ളുവനാടിലെ, പ്രത്യേകിച്ച് MTയുടെ നോവലുകളിലും MTയുടെ കഥകളിൽ നിന്നുള്ള ഒരു കൾച്ചർ ഉണ്ടല്ലോ, വള്ളുവനാടൻ കൾച്ചർ. അതൊക്കെയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമയെ മൊത്തത്തിൽ എന്താ പറയുക നയിച്ചിരുന്നത് അത്തരം കഥാപരിസരങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും എന്നെയും അങ്ങനെ സ്വാധീനിച്ച് ഞാനൊരു കൊടുങ്ങല്ലൂരിൻ്റെ പക്ക ഐഡന്റിറ്റി ഉള്ള സിനിമ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ കൊടുങ്ങല്ലൂരിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാവമ്പാൻ രാജകുമാരൻ എന്ന് പറയുന്ന പടം കൊടുങ്ങല്ലൂർ തന്നെയാണ് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു ഏത് ഗ്രാമമായാലും അതിന് പല രീതിയിലുള്ള സമാനതകളുണ്ട്. ഇപ്പം മതിലകത്തിൻ്റെ അതേ ഗ്രാമീണ രീതിയും ജീവിതം തന്നെയാണ് നമുക്ക് ഷൊർണൂരി എന്ന് കഴിഞ്ഞാൽ കിട്ടും, പാഞ്ഞാളി എന്ന് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ, ഞാൻ ആദ്യം പറഞ്ഞതാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അത്തരം ചില സിനിമകളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഗസൽ എന്ന് പറയുന്ന പടം ചെയ്തപ്പോൾ ഞാനും TR റസാഖ് കൂടിയാണ്. അപ്പോൾ റസാഖ് കൊണ്ടോട്ടിക്കാരനാണ്. അപ്പോൾ റസാഖിൻ്റെ ജീവിത പരിസരത്തിൽ നിന്നാണ് കൊണ്ടോട്ടിയിലെ ഒരു പരിസരത്തിൽ നിന്ന് തങ്ങളും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയി മാറിയത്. പക്ഷെ അതിൻ്റെ കഥ എൻ്റെയാണ്. ഞാൻ ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പരിസരത്താണ്. കാരണം ഞാനൊരു മുസ്ലിം ഫ്യൂഡൽ ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ കുടുംബമായാലും ശരി, മദറിൻ്റെ കുടുംബമായാലും ശരി, അന്നത്തെ കാലത്ത് ഈ ജന്മികളായിരുന്നു. കാരണം ഭൂമി ഒക്കെ ആയിട്ടുള്ള അത്തരം ഇതുള്ളൊരു അല്പം ഫ്യൂഡലിസ്റ്റിക് രീതിയിലുള്ള ഒരു മുസ്ലിം പശ്ചാത്തലത്തിലാണ് എൻ്റെ കുട്ടിക്കാലമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്വാധീനമാണ് ആ ഗസൽ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ അങ്ങനെ കഥ ഉണ്ടാവാനും. പിന്നെ അത് റസാഖ് കൂടി വന്നു കഴിഞ്ഞപ്പോൾ അത് കൊണ്ടോട്ടി അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ ഒരു മിക്സ് കൂടി വന്നിട്ട് കുറച്ചും കൂടി പഴയ കാലത്തിൻ്റെ ഒരു ട്രഡീഷണൽ മുസ്ലിം കൾച്ചറിലേക്ക് അത് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെയൊക്കെ വീട്ടിൻ്റെ പരിസരങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ കാണിക്കുന്ന ഈ മാർക്ക കല്യാണമൊക്കെ കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായ സെയിം അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ ഗ്രാമഫോൺ പെട്ടി, അതിൻ്റെ അകത്തൊരു ക്യാരക്ടറാണ് ഈ ഗ്രാമഫോൺ പെട്ടി. ആ ഗ്രാമഫോൺ നന്നാക്കാൻ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും കുട്ടികൾ പാട്ട് കേൾക്കണമൊക്കെ ആ സിനിമയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ എൻ്റെ കുട്ടിക്കാലമാണ്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഇതേപോലെ എൻ്റെ വീട്ടിൽ, എൻ്റെ തറവാട്ടിൽ എൻ്റെ അർത്ഥത്തില് നമ്മുടെ നാട് കടന്നു വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ കടന്നു വന്നിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോ ഒരു സിനിമയിൽ നമ്മുടെ നാടിന്റെ കുറെ വിഷ്വൽ വെക്കാതിൽ അർത്ഥമില്ല, അതിനർത്ഥമില്ലാണ് ഞാൻ പറഞ്ഞത്. ഈ കൊടുങ്ങല്ലൂരാണ് കഥ നടക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് പലരും. പിന്നെ ഏറ്റവും വലിയൊരു സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഒരു സംഭവം ഞാൻ ചെയ്യാതെ പോയതാണ് സത്യത്തിൽ. അതിന് കാരണം ലോഹിദാസിൻ്റെ കിരീടം എന്ന് പറയുന്ന സിനിമയാണ്. ഇപ്പോൾ കീരിക്കാടൻ ജോസ് കിരീടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരുപാട് കീരിക്കാടൻ ജോസുമാരുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു എൻ്റെ മതിലകം എന്ന് പറഞ്ഞാൽ. മതിലകത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാടാണല്ലോ.
എൻ്റെ ജന്മനാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ളത്, ഒരുപാട് റൗഡികളുള്ള ഒരു അങ്ങാടിയായിരുന്നു മതിലങ്ങാടി എന്നുള്ളതാണ്. ഞാൻ അവരെക്കുറിച്ചൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് പല രീതിയിൽ. പക്ഷേ ചില അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് പിൽക്കാലത്ത് അധികം ഞാനത് പറയാറില്ല. ചില ആൾക്കാരെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ റപ്പക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു റൗഡിയെ കുറിച്ച് ആണ് കീരിക്കാടൻ ജോസ് പേര് തന്നെയാണോ? റപ്പക്കുട്ടി. റപ്പായി എന്നാണ്, പക്ഷേ റപ്പക്കുട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ പണ്ട് മുതലേ വരാറുള്ള, നമ്മുടെ റോഡിലേക്ക് എപ്പോഴും കാണുന്ന ഒരു ക്യാരക്ടറായിരുന്നു. എൻ്റെ ഓർമ്മയിൽ പുള്ളിക്ക് ഒരു കൈയില്ല. തോട്ട പൊട്ടിയിട്ട് മീൻ പിടിക്കാനായിട്ട് പുഴയിൽ ഇറങ്ങിയിട്ട് തോട്ട പൊട്ടിയാണ്. തോട്ട വെച്ചിട്ട് പൊട്ടിയിട്ട് ഒരു കൈ പോയ ആളാണ്. അതിനു മുമ്പ് പുള്ളി 2 കൈയായിട്ട് ഒരുപാട് അട്രോസിറ്റീസ് ചെയ്തിട്ടുള്ളതാണ്. കുറേ കാലം ജയിലിലൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ കിടന്നിട്ടുള്ള കൊലപാതകമൊക്കെ അടക്കം ചെയ്തിട്ടാണ് ജയിലിലൊക്കെ ആയിരുന്നു. ഭയങ്കര റൗഡിയായിരുന്നു. പക്ഷെ ഞാനും എൻ്റെ ഓർമ്മയിൽ ഈ എന്താ പറയുക, കൈ പോയതിന് ശേഷം ഒരു തോർത്ത് വെച്ചിട്ടുള്ള റപ്പക്കുട്ടീനെ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളി പിന്നെ റൗഡിസമൊക്കെ നിർത്തിയിട്ട് ജീവിതം പല വഴിക്കും പോയി ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ ഇടയ്ക്ക് എൻ്റെ ഫാദറിനെ കാണാൻ വേണ്ടിയിട്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദറുള്ള കാലം മുതലേ റപ്പക്കുട്ടി ആ പരിസരത്തൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ വീടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫാദറിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഇടയ്ക്ക് പൈസയൊക്കെ വാങ്ങിച്ച് പോകാറുണ്ട്. എൻ്റെ ഫാദറിൻ്റെ തൊട്ട് താഴെയുള്ള എളാപ്പയുണ്ട്. 2 തറവാടുണ്ട് ഞങ്ങൾക്ക്. ഞാൻ ജനിച്ചു വളർന്ന തറവാടുണ്ട്, എളാപ്പ താമസിച്ചിരുന്ന ഒരു തറവാട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് 2 ഭാര്യമാരായിരുന്നു. അപ്പോൾ ഓരോ ഭാര്യമാർക്കും ഓരോ തറവാടുണ്ടാക്കി ആ 2 ഭാര്യമാരിലുള്ള മക്കള് 2 വീടുകളിലൊക്കെ ആയിരുന്നു. പക്ഷേ ഗ്രാൻഡ് ഫാദർ 2 പേര്. അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഈ 2 വീടുകളിലും. കാരണം എല്ലാവരും എൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരൊക്കെ എല്ലാ 2 വീടുകളിൽ പോവുകയും ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റപ്പക്കുട്ടി 2 സ്ഥലത്തും പോകും. എളാപ്പാടെ അടുത്തും പോവും, എളാപ്പാടെ അടുത്തും പൈസ വാങ്ങിക്കുക, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഈ റപ്പക്കുട്ടിയൊക്കെ ഒരു കാരിക്കേച്ചറാണ്. അങ്ങനെ കുറേ മനുഷ്യരുണ്ട്. ഞാൻ പലരും പേര് പറയാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാരണങ്ങളാൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ ആൾക്കാരുള്ള സ്ഥാനത്ത് ഞാൻ എന്തുകൊണ്ട് അതിൻ്റെ പരിസരത്തിൽ നിന്നൊരു കഥ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് എന്നോട് മതിലകത്തുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു കഥയെക്കുറിച്ചൊക്കെ ആലോചിക്കണമെന്ന് വിചാരിച്ച സമയത്താണ് ഈ കിരീടം സിനിമ ഉണ്ടാകുന്നത്. കീരിക്കാടൻ ജോസ് വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളൊരു, ഞാൻ ഈ പറഞ്ഞ റപ്പക്കുട്ടി അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ആയിട്ട് ഭയങ്കര റിസംബ്ലൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ ഒരു ഇത് വരും എന്നുള്ളതുകൊണ്ട് തന്നെ അത് പിന്നീട് ചെയ്യാൻ പറ്റാതെ പോയാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മതിലകത്ത് ഞാൻ ജനിച്ചു വളർന്നെങ്കിലും ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് സിനിമാ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ മതിലകത്തു നിന്ന് പോന്നു. പിന്നെ ഉമ്മയുടെ നാടായ റിയാഡാണ് എൻ്റെ ഫാദറും ഞാനൊക്കെ ജീവിച്ചത്. അപ്പോൾ മതിലകത്ത് പോരാനുള്ളൊരു കാരണം, ഞങ്ങളുടെ തറവാട്, ഞാൻ ജനിച്ചു വളർന്ന തറവാട് വിറ്റിട്ടാണ് ഞങ്ങൾ പോരുന്നത്. ഇപ്പോൾ എളാപ്പയുടെ തറവാട് ഇപ്പോഴും ഉണ്ട് അവിടെ. ഇപ്പോൾ എൻ്റെ തറവാട് ഇപ്പോൾ ശരിക്കും അതാണ്. അന്ന് പോരാനുള്ളൊരു കാരണം ഇതുപോലെ തന്നെ ഒരു റൗഡിസമാണ്. അത് അദ്ദേഹം ആകെ ഒരു കക്ഷി ഇതേപോലെ ഒരു കുഴപ്പക്കാരനായിരുന്നു. പുള്ളി ഗൾഫിലേക്ക് പോയിട്ട് കുറേ കാശൊക്കെ ഉണ്ടാക്കി വന്നിട്ട് എൻ്റെ ഫാദറിൻ്റെ ഒരു കുറേ പറമ്പൊക്കെ ഉണ്ടായിരുന്നു, തെങ്ങും തോപ്പൊക്കെ. അതിൻ്റെ തൊട്ടടുത്ത് സ്ഥലം വാങ്ങിക്കുകയെന്ന് വെച്ചിട്ടുണ്ടായിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലം മുതലുള്ള ഞങ്ങളുടെ വീട്ടിലെ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. കുഞ്ഞാവാക്ക എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഈ കുഞ്ഞാവാക്ക ഒരു പഴയ മനുഷ്യനാണ്. അപ്പോൾ വല്യപ്പാട് രീതിയിൽ ആൾക്കാരോടൊക്കെ ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പെരുമാറും. പുള്ളി കണ്ടു വളർന്നിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം. ഒരു ദിവസം എന്തോ ഒരു അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ ഇദ്ദേഹവും ആ കക്ഷിയായിട്ട്, ഈ ഗൾഫിൽ വന്നിട്ടുള്ള ഒരു കക്ഷിയായിട്ട് ചെറിയ തർക്കമുണ്ടായി. കുഞ്ഞാവാക്കയായിട്ട് തർക്കമുണ്ടായി. കുഞ്ഞാവാക്കാനെ അദ്ദേഹം എന്ത് ചെയ്തു. അപ്പോൾ വാപ്പാക്ക് അത് ഭയങ്കര വേദനയായി എൻ്റെ ഫാദറിന്. കാരണം വല്യപ്പാട കാര്യസ്ഥനായിരുന്ന ആളാണല്ലോ. നമ്മുടെ വീട്ടിൽ പുള്ളി കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ പരാതി ആരൊക്കെയോ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കലുണ്ട്. അവനെയൊക്കെ നമുക്കൊന്നും ചെന്ന് ചോദ്യം ചെയ്യാൻ പറ്റില്ല, അവൻ കുറച്ച് കുഴപ്പക്കാരനാണെന്ന്. അങ്ങനെ ഫാദർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയി. പരാതി കൊടുത്ത് കുഞ്ഞാവാക്കാനെ കൂട്ടിയിട്ട് പോയിട്ട് പരാതിയൊക്കെ എഴുതി കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ കക്ഷി അവിടെ മതിലങ്ങാടിയിൽ നിൽക്കണ്ടേ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയത് ഇയാൾക്ക് മനസ്സിലായി. ഇയാൾ വാപ്പാനെ ഇരുത്തി എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് എനിക്കെതിരെ കേസ് കൊടുക്കാൻ വന്നാണെന്നൊക്കെ ചോദിച്ചിട്ട് വാപ്പാനായിട്ട് വാക്കിറക്കായി. ഇത് മതിലങ്ങാടിയിലാണ്. അപ്പോൾ മതിലങ്ങാടിക്കൊരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കച്ചവട സ്ഥലങ്ങൾ മുഴുവൻ അവിടെയായിരുന്നു. ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു ഗ്രാൻഡ് ഫാദർ. ആദ്യകാലത്ത് ഗ്രാൻഡ് ഫാദർ അവിടെ കച്ചവടം തുടങ്ങുന്ന സമയത്ത് 2-3 മുറി കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവിടെ ഒരുപാട് കടകളൊക്കെ വന്ന് കൂടുതലും ഗ്രാൻഡ് ഫാദറിൻ്റെ ഒക്കെ ആയിരുന്നു. ഗ്രാൻഡ് ഫാദറിൻ്റെ സ്ഥലവും അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ കച്ചവടം ചെയ്തതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ മതിൽ അങ്ങാടിയിലിട്ട് ഇയാളെ ഇട്ട് തർക്കമായി. ഇയാൾ പിടിച്ച് ഫാദറിനെ തള്ളി, ഫാദർ റോട്ടിൽ വീണു. അത് ഫാദറിന് ഭയങ്കരമായിട്ടൊരു ഇൻസൾട്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ ഇങ്ങനെ എൻ്റെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരാളോട് എതിർത്ത് സംസാരിക്കാനൊന്നും ധൈര്യമില്ലാത്ത ഒരാളാണ്. ഭയങ്കര ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു മനുഷ്യനാണ്. തന്നിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതേസമയം എൻ്റെ എളാപ്പന്മാരൊക്കെ അങ്ങനെയല്ല, നേരെ തിരിച്ചായിരുന്നു. കുറച്ചുകൂടി ഭയങ്കര ലൗഡായിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ വാപ്പ ഭയങ്കര ഇൻസൾട്ടായി. അന്ന് പുള്ളി തീരുമാനിച്ചു ഇനി ഞാൻ ഈ മതിലകത്ത് ജീവിക്കില്ല. അങ്ങനെ പുള്ളി പെട്ടെന്ന് അങ്ങ് വിറ്റൊക്കെ പോകുന്നതാണ്. നമ്മൾ കുറേ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റിട്ട് ഈ കൊടുങ്ങല്ലൂരിലേക്ക് വന്ന് റിയാഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. പിന്നെ പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും മതിലുണ്ട്. കാരണം ഞാൻ ജനിച്ചു വളർന്ന എന്നെ രൂപപ്പെടുത്തിയില്ല. ഇപ്പോൾ നാടകമായാലും ശരി, അതല്ലെങ്കിൽ എഴുത്തായാലും ശരി,
ഇത്തരം കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഒരു സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി രൂപപ്പെട്ടു വന്നത് മതിലകത്താണ്. അതുകൊണ്ട് വാപ്പ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നെങ്കിലും എൻ്റെ കുടുംബം ഇങ്ങോട്ട് പോന്നെങ്കിലും ഞാൻ മതിലുമായിട്ടുള്ള ബന്ധം വിട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും മതിലകത്ത് പോവുകയും എൻ്റെ സൗഹൃദങ്ങൾ തുടരുകയും ചെയ്തു. ഇപ്പോഴും എനിക്ക് ഈ കൊടുങ്ങല്ലൂരിലുള്ള ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ളത് മതിലകത്താണ്. കൊടുങ്ങല്ലൂർ ടൗണിലെ ഉള്ളതിനേക്കാളും കൂടുതൽ സൗഹൃദം ഉള്ളത്. പക്ഷെ വളരെ സെലക്റ്റഡ് സൗഹൃദമാണ് എന്ന് തോന്നുന്നില്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ സിനിമയിലായാലും ശരി മറ്റുള്ള എല്ലായിടത്തും നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൗഹൃദത്തിൻ്റെ പേരിൽ ഒരു ആഘോഷങ്ങൾക്കും അധികം പോകാറില്ല, അതിൻ്റെ പേരിൽ എക്സ്പ്ലോയിറ്റേഷന് പോകാറില്ല. എൻ്റെ സൗഹൃദങ്ങൾ ഇപ്പോഴും അങ്ങനെ ഉണ്ട്. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലുള്ള സൗഹൃദം ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനൊന്നും യാതൊരു രീതിയിലുള്ള വിള്ളൽ വന്നിട്ടില്ല. ഓരോരുത്തർക്കും അവരുടേതായ ജീവിത വഴികൾ ഉണ്ടായെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ഞങ്ങളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ മതിലകത്തുള്ള എൻ്റെ പഴയ സൗഹൃദങ്ങൾ, ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നീട് കൂട്ടായ്മകളൊക്കെ ഉണ്ടായി വന്ന ഈ വാട്സാപ്പ് വന്നതിന് ശേഷം അല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് സൗഹൃദം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും ഫോണിൽ വിളിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൗഹൃദങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. വാട്സാപ്പിന്റെ സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്ന സൗഹൃദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. രാമു കാര്യമായിട്ട് ഒരിക്കൽ പറഞ്ഞു, മണപ്പുറത്തുകാരനാണല്ലേ നന്നായി വരുന്നത്, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഞാൻ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ തമാശ. അതെനിക്കുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഏകദേശം ഒരു മാസം മുമ്പായിരുന്നു. അന്ന് മദ്രാസിൽ ഞാൻ ചെന്ന സമയത്താണ്. സ്ഥിരതാമസം തുടങ്ങിയിട്ടില്ല. ഞാൻ പടിയൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മാവനുണ്ട്, ത്രാസ് എന്ന് പറയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മദ്രാസിൽ പോകുന്നത്, ഫിലിമിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അന്ന് RK ലാബ് എന്ന് പറഞ്ഞിട്ട് മദ്രാസിൽ കോടമ്പക്കത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബുണ്ട്. മലയാള സിനിമകൾ കൂടുതലും വർക്കുകൾ നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ അന്ന് RK ലാബിൽ ചന്ദ്രാജി എന്ന് പറഞ്ഞിട്ട് അടൂർബാസിയുടെ ബ്രദറുണ്ട്, ചേട്ടൻ. ചന്ദ്രാജി എന്ന് പറഞ്ഞ ആക്ടറും ഒക്കെ ആയിരുന്നു. പുള്ളിയായിരുന്നു അതിൻ്റെ RK ലാബിൻ്റെ അന്നത്തെ GM, ജനറൽ മാനേജറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്, പടിയൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു ദിവസം RK ലാബിൽ ചെല്ലുമ്പോൾ അപ്പോൾ അന്ന് മലയാള സിനിമയുടെ മിക്കവാറും ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഞാൻ ഓർക്കുന്നത് ബന്ധനം എന്ന് പറഞ്ഞ പടം MTയുടെ എഡിറ്റിംഗ് നടക്കുകയായിരുന്നു അവിടെ. പിന്നെ ഡയറക്ടർ മോഹൻ്റെ പടങ്ങൾ, ബാലേന്ദ്രമേനോൻ്റെ പടങ്ങൾ, ഇങ്ങനെ പടങ്ങളൊക്കെ എഡിറ്റിങ്ങും റീ റെക്കോർഡിങ്ങും ഡബ്ബിങ്ങൊക്കെ നടക്കുന്ന ഒരു ഇതായിരുന്നു. പിന്നെ ലാബും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബ് ആയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ചന്ദ്രാജ് ചേട്ടനെ കാണാൻ വേണ്ടി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പടിയും പറഞ്ഞിട്ട് ഇടുന്നു. ഞാൻ ചെല്ലുന്ന സമയത്ത് ചന്ദ്രാജ് ചേട്ടൻ്റെ മുറിയിൽ രാമുകാരിയായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി രാമുകാരിയായിട്ട് എന്തോ സംസാരിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചന്ദ്രാജ് ചേട്ടനുണ്ട്, രാമുകാരിയായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വലിയ മനുഷ്യനാണല്ലോ ഈ മറ്റേ രാമുകാരിയായിട്ട്, വലിയ ആചാരബാഹുവായിട്ടുള്ള മനുഷ്യനും, നല്ല കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പേഴ്സണാലിറ്റി. അപ്പോൾ ഞാനിങ്ങനെ കൗതുകത്തോടുകൂടി നോക്കുക അദ്ദേഹത്തെ. നോക്കുന്ന സമയത്ത് ചന്ദ്രാജ് എന്നെ കണ്ട് വാക്കാമല്ലേ പടിയനെ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പുറത്ത് പോയിക്കൊണ്ട് വരും എന്ന് പറഞ്ഞു. അതെന്താ കാര്യം? അല്ല, ഞാനൊരു കാര്യം സംസാരിക്കാൻ. കുഴപ്പമില്ല. അപ്പോൾ രാമുകാരിയേട്ട എന്നോട് ചോദിച്ചു, രാമുകാരിയേട്ട മനസ്സിലായി? ഞാൻ പറയുമ്പോൾ മനസ്സിലായെന്നുണ്ട്. ഞാൻ തൊഴുത്, ഞാനൊന്ന് ചെറിയ പയ്യനാണ്. അങ്ങനെ ചന്ദ്രാജ് പരിചയപ്പെടുത്തിയത് കമൽ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ബഹദൂറിൻ്റെ ഒക്കെ ഒരു ബന്ധുവാണ്. ഇയാളുടെ അമ്മാവൻ പടിയനങ്ങനെ ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എവിടെ വീട്? ഞാൻ പറഞ്ഞു കൊടുങ്ങല്ലൂർ മതിലകത്താണ്. അപ്പോൾ പുള്ളി ഉടനെ ചോദിച്ചു മതിലകം അല്ലേ? അപ്പോൾ അത് നമ്മുടെ ചേറ്റുവ. ഞാൻ പറഞ്ഞു അതെ, 6 റൂട്ടിലാണ്. അപ്പോൾ നീ മണപ്പുറത്തുകാരനാണല്ലേ? അത് ശരി. എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്താ സിനിമയിൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കഥ എഴുതിയിട്ടുണ്ട്, ത്രാസ് എന്ന് പറഞ്ഞ സിനിമയുടെ. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇങ്ങനെ അതിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് പുള്ളി തലയിൽ കൈ വെച്ചിട്ട് മണപ്പുറത്തുകാരനല്ലേ നീ നന്നായി വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു. പിന്നെ മൊയ്തു പടിയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് നമ്മുടെ കുടുംബമൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് സംസാരിച്ചു ദൂരത്തോട്. അപ്പോൾ ബഹദൂർ ഭാസ്കര മാഷ അടക്കമുള്ള ആൾക്കാരൊക്കെ ഈ മണപ്പുറത്തിന്റെ എന്ന രീതിയിലൊരു ഒരു ചിത്രവും കൂടി അതിൻ്റെ അകത്ത്. അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും പരിചിതമായ ഒരു പ്രദേശമുണ്ട്. പിന്നെ അദ്ദേഹം ഇവിടെ കൊടുങ്ങല്ലൂർ അഴീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെമ്മീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടികയിൽ, അദ്ദേഹത്തിന്റെ നാടായ നാട്ടികയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. നാട്ടികയിലാണ് കൂടുതൽ സീൻസും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു മണപ്പുറത്തിന്റെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതിന്റെ ഓർമ്മയിലുള്ള ഒരു ഡയലോഗാണ്. അതൊരു നല്ല വാക്കുകളായിട്ട് പിന്നീട് ഓർമ്മയിൽ വന്നിട്ടുണ്ടാവില്ല. പിന്നെ എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തെ കാണാൻ പറ്റിയത്. അപ്പം ഞാൻ പിന്നീട് അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മദറിനോടും ഫാദറിനോടും ഇങ്ങനെ രാമുകാരിയേട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ഉമ്മ പറഞ്ഞു, എടാ നീ രാമുകാരിയേട്ടനെ കണ്ടിട്ടുണ്ട് പണ്ട്, നിനക്ക് ഓർമ്മയില്ലാത്തത്രേ ഉള്ളൂ. ചെമ്മീൻ്റെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് ഇവർ കാണാൻ വേണ്ടിയിട്ട്. ഉമ്മയും നമ്മുടെ പെണ്ണുങ്ങളെ, വീട്ടിലെ പെണ്ണുങ്ങളെ കൂടി ഈ അഴീക്കോട് ഷൂട്ടിങ് നടക്കുമ്പോൾ അന്ന് ഒരു കൗതുകമാണല്ലേ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ഷീലനെയും സത്യനെയൊക്കെ കാണാന്ന് പറയുന്നത്.
ഇവരെല്ലാവരും കൂടി പോയിട്ട് അന്ന് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇദ്ദേഹം നിൽക്കുന്നുണ്ട്. ഞാനതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എൻ്റെ അപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ മനസ്സിലൊരു ഭീകരമായ മനുഷ്യൻ വലിയ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നത് എൻ്റെ അവ്യക്തമായ ഓർമ്മയിലുണ്ട്. മനസ്സിലായില്ല. പക്ഷെ എനിക്ക് അയാൾ സംവിധായകനാണെന്നോ അതൊന്നും അറിയില്ല. അതായിരുന്നു രാവുകാരിയായിട്ട്. ഇടയ്ക്കിടയ്ക്ക് കമൽ സാർ ഈ അമ്മാവൻ പടീനെ പലയിടത്തും ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം? എന്താണ് അദ്ദേഹം താങ്കളിൽ ഉണ്ടാക്കിയ ഒരു സ്വാധീനം? എന്താ? അദ്ദേഹമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ ഒരു ബന്ധു എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയുടെ അനിയനാണ്. എന്നെക്കാളും ഒരു 10 വയസ്സിന് മേലെ ആയിരിക്കും അദ്ദേഹം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഇദ്ദേഹത്തെയാണ്. എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ വീട്ടിൽ വരും, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. എന്നെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഞാൻ 5ാം ക്ലാസ്സിൽ 6ലേക്ക് പഠിക്കുമ്പോഴും ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കാൻ തരും. അങ്ങനെ ഒരുപാട് വായിക്കുന്നതൊക്കെ ഒരാളാണ്. അന്ന് അദ്ദേഹം ലോ കോളേജിൽ പഠിക്കുക എറണാകുളത്ത്. മഹാരാഷ്ട്രയിലായിരുന്നു സ്കൂളിൽ പഠിക്കും. പിന്നെ അതിന് ശേഷം ലോ കോളേജിൽ വന്ന് എറണാകുളത്ത് വക്കീലായിരുന്നു പുള്ളി. ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ ഞാനൊക്കെ ഒരു ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ലോ കോളേജിൽ അന്നത്തെ ഏറ്റവും എന്താ പറയുക, എറണാകുളത്തെ വിദ്യാർത്ഥി സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളുടെ ഒരാളാണ് ഈ പടിയൻ എന്ന് പറയുന്നത്. അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മഹാരാഷ്ട്രയിൽ പഠിക്കുന്ന സമയത്ത് SFIയിൽ പ്രവർത്തിച്ചിരുന്നു. അന്ന് ജോൺ പോൾ മാതിരിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ അന്നത്തെ ഒരു ടീമിൽ പെട്ട ആൾക്കാരായിരുന്നു. അതിനുശേഷം ലോ കോളേജിൽ വന്നു കഴിഞ്ഞാൽ മമ്മൂട്ടി അവിടെ പഠിക്കുന്നു. മമ്മൂട്ടി ജൂനിയർ ആയിരുന്നു, പുള്ളി സീനിയർ ആയിരുന്നു. അപ്പോൾ മമ്മൂട്ടിനെയൊക്കെ റാഗ് ചെയ്തിട്ടുള്ള ആളാണ് പുള്ളി. ലോ കോളേജിൽ പുള്ളി ഒരു ടെററായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് SFI പ്രവർത്തനമൊക്കെ ആയിട്ട് നടന്നിരുന്നതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഞാനിങ്ങനെ എപ്പോഴും പുള്ളി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ EMSനെ കുറിച്ചും പാക്കേജിനെ കുറിച്ചും ഒക്കെ ആദ്യം കേൾക്കുന്നതൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടാണ്. അങ്ങനെ അത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തരിക. അതുപോലെ തന്നെ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ MT യുടെ പുസ്തകങ്ങളായാലും വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനെ ഒരുപാട് വായനയുടെ ഒരു ലോകം തുറന്നു കിട്ടിയത് പുള്ളിയുടെ ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ മുഴുവൻ പേരെന്തായിരുന്നു? അഷ്റഫ് പടിയത്ത് എന്നായിരുന്നു. അഡ്വക്കേറ്റ് അഷ്റഫ് പടിയത്ത്. പടിയൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പുള്ളി അതിനുശേഷം ലോ കോളേജ് കഴിഞ്ഞ് പ്രാക്ടീസൊന്നും ചെയ്യാൻ പോയില്ല. പുള്ളി ലോ കോളേജ് ഹോസ്റ്റലൊന്നും വിട്ടുകൊടുക്കാണ്ട് അവിടെ തന്നെ കൂടും. അടുത്ത് വരുന്ന ബാച്ചിനൊക്കെ ആയിട്ട് പുള്ളി അങ്ങനത്തെ ഒരു കുറച്ചൊരു അരാജക ജീവിതമായിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു കാലഘട്ടം അങ്ങനെയാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മളിപ്പോൾ ഈ പുതിയ ജനറേഷനെ കുറിച്ച് പറയാനുണ്ടല്ലോ, മയക്കുമരുന്നിനൊക്കെ ഭയങ്കരമായിട്ട് 70കൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. 70കളും 60കളുടെയൊക്കെ അവസാനത്തിൽ ഒരു ഹിപ്പി കൾച്ചർ ഉണ്ടായിരുന്നു. ഈ കഞ്ചാവൊക്കെ വലിക്കുന്ന അല്ലെങ്കിൽ മദ്യം കഴിക്കാന്നൊക്കെ ഫാഷനായിട്ട് നടന്ന് മുടിയൊക്കെ വളർത്തിയിട്ട് യുവത്വത്തിന്റെ അടയാളമായിട്ട് നടന്നിരുന്നു. അതിന്റെ ഒരു പ്രതീകമൊക്കെ തന്നെയായിരുന്നു പുള്ളിയും. പുള്ളിയുടെ സൗഹൃദ വലയം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ ജോണായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു പുള്ളി. ഞാൻ ജോൺ എബ്രഹാമായിട്ടുള്ള പരിചയം അടുപ്പൊക്കെ പടിയൻ വഴിയാണ്. പിന്നെ പവിത്രൻ സംവിധായകൻ ആയിരുന്ന പവിത്രനില്ലേ, മരിച്ചുപോയി. അവരൊക്കെ ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കടമ്മനിട്ടൊക്കെ ആയിട്ട് വളരെ അടുപ്പുണ്ടായിരുന്നു പുള്ളിക്ക്. അങ്ങനെ കുറേ സൗഹൃദ വലയങ്ങൾ പുള്ളിക്ക് ഉണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയ രംഗത്ത് തന്നെ കുറേ ആൾക്കാരായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ലോകം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. എക്സെപ്റ്റ് ലഹരി, അതിലേക്ക് ഞാൻ പോയിട്ടില്ല. അതിന് കാരണം എൻ്റെ ഫാദർ തന്നെയാണ്. ഫാദർ എന്നിൽ നിന്ന് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, സിനിമയിലൊക്കെ പോയിക്കോ ഒരു കുഴപ്പമില്ല, പക്ഷെ പടിയനെ പോലെ മദ്യം കഴിക്കരുത് എന്നുള്ള ഒറ്റ ഇതായിരുന്നു. പടിയൻ മാത്രമല്ല എൻ്റെ നിർബന്ധമായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് സിനിമയിൽ പോയവരൊക്കെ അത്യാവശ്യം മദ്യത്തിന് ആയിട്ട് ബന്ധമുണ്ട്. അപ്പം ഇതൊരു കാരണമാണ് എന്നെ സ്വാധീനിച്ച്. അതിനുശേഷം ഞാൻ കോളേജ് മാഗസിൻ്റെ ഒരു കഥ എഴുതി. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചില കഥകളൊക്കെ വരുന്നതൊക്കെ പുള്ളിയോട് സംസാരിക്കാറുണ്ട്. എഴുതിയ കഥ പുള്ളിയെ കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി അന്ന് സിനിമ സംവിധാനം ചെയ്യാനായിട്ട് ഇങ്ങനെ ഇതായിട്ട് നടക്കുക. അപ്പോൾ ആദ്യം ഈ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ട് ജോൺ എബ്രഹാം ഒരു സിനിമ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. കയ്യൂർ സമരം ഉണ്ടല്ലോ. അപ്പോൾ പുള്ളി അത് ചെയ്യാൻ പോകുന്നുണ്ട്. പുള്ളിക്ക് എന്ന് വെച്ചാൽ മൊറാഴ സംഭവം ഉണ്ടായിരുന്നു. മൊറാഴ ഇതേപോലെ ഒരു കലാപം മറ്റേതൊക്കെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പോലീസ് പിടിക്കുകയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പുള്ളി സിനിമ ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഈ കോളേജ് മാഗസിനിൽ വന്ന കഥ പുള്ളിയോട് പറഞ്ഞു. അത് മാഗസിൻ കാണിച്ച് പുള്ളിക്ക് വായിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. എടാ ഇതിൻ്റെ അകത്തൊരു സിനിമയുണ്ട്, അത് എൻ്റെ മതിലകത്തിൻ്റെ സ്വാധീനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മതിലകത്തെ കുറേ മനുഷ്യരെ ഞാൻ ഇതാക്കിയെന്ന് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അതിൻ്റെ ആ കഥയിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അതെന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിൻ്റെ നേരെ മുമ്പിൽ, എൻ്റെ വീട് സ്കൂള്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു കോൺവെൻറ്റ് സ്കൂളുണ്ട്. നേരെ മുമ്പിൽ ഈ എൻ്റെ ബോയ്സ് സ്കൂളായിരുന്നു, അതിൻ്റെ മുമ്പിൽ കോൺവെൻറ്റ് ഗേൾസ് സ്കൂളുണ്ട്. ആ ഗേൾസ് സ്കൂളോട് ചേർന്നിട്ട് അതൊരു ലാറ്റിൻ പള്ളിയുണ്ട്. ഇപ്പോഴുണ്ട് അതൊക്കെ പള്ളി വളവ് എന്ന് പറയും ആ സ്ഥലത്തിന്. അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, കുറച്ച് അങ്ങാടി. ഇപ്പം അതൊക്കെ കുറച്ചുകൂടി വിപുലീകരിച്ചു. ഒരു ചെറിയ അങ്ങാടിയായിരുന്നു. ഈ പള്ളി വളവിൽ ഈ പള്ളിയോട് ചേർന്നിട്ടൊരു വലിയ റെയിൻ ട്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മരത്തിൻ്റെ ചോട്ടിൽ വൈകുന്നേരം ആൾക്കാർ ചെറുപ്പക്കാരൊക്കെ വന്നിരിക്കുന്നതൊക്കെ ഉണ്ട്. സ്കൂളിൽ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കൽ, കാര്യങ്ങൾ, ക്രിക്കറ്റ്, അങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ട്. ഈ റെയിൻ ട്രീയുടെ ചേർന്നിട്ടാണ് ഈ പള്ളിയുടെ ബാക്കിലായിട്ടൊരു ശ്മശാനം ഉണ്ടായിരുന്നു.
ഈ ക്രിസ്ത്യൻ സിമിട്രി ഉണ്ടല്ലോ. അപ്പോൾ ഈ സിമിട്രിയിൽ ഒരു കുഴി വെട്ടുന്ന ആളുണ്ടായിരുന്നു. ഈ ശവം കുഴിച്ചിടാനായിട്ട് കുഴി വെട്ടുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു. ആ കക്ഷി കള്ളു കുടിച്ചിട്ട് ചാരായം കുടിച്ചിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഈ റെയിൻ ട്രീയുടെ അവിടെ വേരുണ്ടാകും, ഇങ്ങനെ വളർന്ന് കിടക്കും. അല്ലെങ്കിൽ ഈ സിമിട്രിയുടെ മുമ്പിൽ കിടക്കും. ഞങ്ങൾ കുട്ടികളെ കൂടി പലപ്പോഴും കളിക്കാനൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും എനിക്ക് അതിൽ കൂടി വീട്ടിലേക്ക് വരാം, ബാക്കിൽ കൂടി. അങ്ങനെ ഒരു വഴിയുണ്ട്. ഈ ലൈബ്രറിയിൽ നിന്ന് പുസ്തകമൊക്കെ എടുത്തിട്ട് അതിലേ വരും. അപ്പോൾ ഇയാൾ അവിടെ ഇങ്ങനെ കള്ളു കുടിച്ച് പാട്ടൊക്കെ പാടി കിടക്കണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ഞങ്ങളോട് പിള്ളേരോട്, സ്കൂൾ പിള്ളേർ, ഞാനൊന്ന് 8ലും 9ലൊക്കെ പഠിക്കുന്ന സമയമാണ്, അങ്ങനെ കുട്ടികളോട് വർത്താനം പറയും, നമ്മളെ വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കും. അപ്പോൾ പുള്ളി ഒരുപാട് കഥകൾ, ഇങ്ങനെ പല പല കഥകൾ പറയും. പുള്ളി പല സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കള്ളു കുടിച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് വലിയ സന്തോഷമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ച ആൾക്കാരുടെ ബന്ധുക്കൾ എന്തെങ്കിലും പൈസ കൊടുക്കും, അപ്പോൾ ചാരായം കുടിക്കും. അപ്പോൾ മരണത്തോട് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. മരണം എന്ന് പറയുന്നത് ഞാൻ അവനോട് സംസാരിക്കാറുണ്ട് എന്നൊക്കെയാണ് പുള്ളി പറയാ. അങ്ങനെ ഇരുന്നാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ദിവസം പുള്ളി എന്ന് വെച്ചാൽ, ഞങ്ങളുടെ പള്ളിയിൽ അന്ന് അച്ഛനുണ്ടായിരുന്നു, അവിടുത്തെ ഞങ്ങളുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മാനേജറൊക്കെ ആയിരുന്നു. നേരത്തെ ആയിരുന്നു, അദ്ദേഹത്തിന് പ്രായമായി, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ അവിടെ അടക്കി. മനസ്സിലായി? അദ്ദേഹത്തെ അടക്കി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ കാണുമ്പോൾ പുള്ളി അവിടെ നിന്ന് കരയണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛനോട് പുള്ളി ഭയങ്കര സൗഹൃദമായിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ ഇയാൾ ദുഷ്ടനാണ് മരണം എന്നൊക്കെ പറഞ്ഞിട്ട്, മരണം എന്നൊന്നും പുള്ളി പറയില്ല, ദുഷ്ടനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരോ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയെടുത്താണ് ഇയാൾ ഉദ്ദേശിക്കുന്ന മരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ആ കഥ. മനസ്സിലായി? ഈ സാധനമാണ് ഞാൻ പടിയനോട് പറഞ്ഞപ്പോഴാണ്, ഇവിടെ ഇതിലൊരു സിനിമ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്. അപ്പം അന്ന് ഈ ബർഗ്മാൻ്റെ 7th Seal എന്ന് പറഞ്ഞ പടമുണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിൽ ഡെത്ത് ഒരു ക്യാരക്ടറാണ്. ഡെത്തിനായിട്ടിരുന്ന് ചെസ് കളിക്കുന്നതൊക്കെ ഒരു സിനിമയാണ് ഈ 7th Seal എന്ന് പറഞ്ഞ പടം. അപ്പോൾ അത് പുള്ളിക്കറിയാം, പടിയനറിയാം. ഫിലിം സൊസൈറ്റിയിൽ ഞാൻ ആ പടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോളേജിലാണ്. അപ്പോൾ കോളേജിലായ സമയത്ത് പുള്ളി പറഞ്ഞാൽ നമുക്കിത് സിനിമയാക്കിയാലോ. അങ്ങനെയുള്ള ആലോചനയിൽ നിന്നാണ് ഈ ത്രാസം എന്ന് പറയുന്നത് ഞാൻ സിനിമയിലേക്ക് ആദ്യം വന്ന അതിൻ്റെ കഥയുണ്ടാവുന്നത്. കഥയും സംഭാഷണവും ഞാനും പുള്ളി കൂടിയാണ് എഴുതിയത്, തിരക്കഥയൊക്കെ എഴുതിയത്. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ സിനിമയിലേക്ക് എന്നെ കൊണ്ടുവന്ന ഒരാളും കൂടിയാണ് പടിയൻ. അങ്ങനെയൊക്കെ പല രീതിയിലും സ്വാധീനം ഉണ്ടായിട്ടുള്ള, സിനിമ മാത്രമല്ല വായനയും ഒരു സാംസ്കാരികമായ രാഷ്ട്രീയമായ ഒരു ബോധമൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ്. പിന്നെ പുള്ളിയുടെ വ്യക്തിപരമായ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞെങ്കിൽ കുറച്ച് കുഴപ്പമായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്തില്ല. പുള്ളിയെ പറ്റി പല രാഷ്ട്രീയ, അന്നത്തെ ഞാൻ ഓർക്കുന്നത് വൈക്കം വിശ്വം ഉണ്ടായിരുന്നല്ലോ, മറ്റേ നമ്മുടെ LDFിൻ്റെ കൺവീനറൊക്കെ ആയിരുന്നു, CPMൻ്റെ. അവരൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ വൈക്കം വിശ്വം ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പടിയൻ്റെ മരുമകനാണ് അവൻ, രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, എവിടെ എത്തേണ്ട ആളായിരുന്നു അറിയാം. അത് ഉറച്ചു നിന്നില്ല. SFIയിലൊക്കെ അന്ന് കോളേജിലൊക്കെ ഉണ്ടായിരുന്നതിന് ശേഷം പിന്നെ എക്സൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുള്ളി കുറച്ച് തീവ്ര നിലപാടൊക്കെ പുള്ളി പോയപ്പോൾ പാർട്ടിയിൽ നിന്നൊക്കെ പുള്ളി അകന്നു പോയി. അതിനുശേഷം അവിടേക്കൊന്നും പോയില്ല. പുള്ളി നേരെ എന്നാൽ വക്കീലാണോ, പ്രാക്ടീസും പരിപാടിയൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് പുള്ളി പ്രാക്ടീസൊക്കെ തുടങ്ങി, ഹൈക്കോടതിയിൽ വക്കീലായിരുന്നു ആ സമയത്താണ്. പിന്നെ അങ്ങനെയാണ് മരിക്കുന്നതൊക്കെ. പിന്നെ ഈ ത്രാസം എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ട് പിന്നീട് സിനിമയും ചെയ്യാൻ പറ്റിയില്ല പുള്ളി. പല ശ്രമങ്ങളും നടത്തിയിട്ട് അതും പരാജയപ്പെട്ടു. അപ്പോൾ ലൈഫിൽ ഈ അനാർക്കിസം ഉള്ളതുകൊണ്ടായിരിക്കാം എവിടെ എത്താണ്ട് പോയ ഒരു മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ അവസാന കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ എന്താ പറയുക, സിനിമകളിൽ കോംപ്രമൈസ് ചെയ്യുന്നതിനെ കുറിച്ച് എപ്പോഴും എന്നോട് വഴക്കുണ്ടായിരുന്നു. ഞാൻ ഈ കച്ചവട സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ പവിത്രനും ജോൺ എബ്രഹാമും അത്ര സിനിമകളാണ് അദ്ദേഹത്തിന്. അധികം താഴെയുള്ള സിനിമകൾ പുള്ളിയുടെ മനസ്സിലിരിക്കില്ല. ഞാൻ പറഞ്ഞു, മാമ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിതൊരു പ്രൊഫഷനായിട്ട് കൊണ്ട് കിടക്കുകയാണ്, എനിക്ക് ജീവിക്കണം, എൻ്റെ തൊഴിലാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ ഓടുന്ന സിനിമകൾ ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് പിടിച്ചേക്കാൻ പറ്റൂ. നിങ്ങൾക്കതൊക്കെ പുറത്തുനിന്ന് പറയാനും ഭയങ്കര എളുപ്പമുണ്ട്. അങ്ങനെ ചില സംഘർഷങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവുമായിരുന്നു. ആശയപരമായ സംഘടനകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന, അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു മെന്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പടിയൻ. അതുപോലെ ദാവീദ്, അങ്ങനെ ഒരാളെ, ദാവീദേട്ടൻ ഇതേപോലെ ഒരു മറ്റു രീതിയിലുള്ള എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് ഈ കൊടുങ്ങല്ലൂർ മതിലകം എൻ്റെ സ്കൂളിനായിട്ട് ബന്ധപ്പെട്ടിട്ട്, എൻ്റെ കുട്ടിക്കാലമായിട്ട് ബന്ധപ്പെട്ടിട്ട് മതിലകത്തിൻ്റെ എൻ്റെ ഓർമ്മകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ദാവീദേട്ടൻ. അദ്ദേഹം ഏകദേശം ഒരു 4.5 അടി 5 അടിയിൽ താഴെ 5 അടി ഹൈറ്റൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ ഫാദറിൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മനസ്സിലാവില്ല, പ്രായക്കാലം വെച്ചറിയാം. പക്ഷേ പുള്ളി ആദ്യം അതിനുശേഷം സെമിനാരിൽ പോയി, അച്ഛനാവാൻ വേണ്ടിയിട്ട് സെമിനാരിൽ പോയി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് മടുത്ത്, എന്നെക്കൊണ്ട് ആ പരിപാടിയും നടക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി അവിടെ നിന്ന് തിരിച്ചു വന്നു. അത്യാവശ്യം വീട്ടിൽ നല്ല സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിയുടെ ബ്രദർ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പ്രൊഫസറായിരുന്നു, എന്നെ പഠിപ്പിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള ബ്രദേഴ്സൊക്കെ നല്ല പൊസിഷനിലാണ്. പുള്ളി പക്ഷേ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുന്നു. പുള്ളിയുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് എല്ലാത്തരം ഗെയിംസും അറിയാം. നന്നായിട്ട് കളിക്കും പുള്ളി. ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ബാഡ്മിൻ്റൺ കളിക്കും, എല്ലാത്തരം കളി, വോളിബോൾ. ഞങ്ങളുടെ ഈ മതിലകത്ത് വോളിബോളിന് ഭയങ്കര
പ്രാധാന്യമുള്ള ഒരു ഉയരക്കുറവ് ഒരു പ്രശ്നമല്ല സ്ഥലമാണ്. അതാണ് പറഞ്ഞത്, ഈ വോളിബോൾ ഇത്രയും പൊക്കം ഇല്ലാത്തൊരു മനുഷ്യൻ വോളിബോളും ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ നന്നായിട്ട് കളിക്കും പുള്ളി, ക്രിക്കറ്റ് കളിക്കും. ഞങ്ങളുടെ മതിലവ് സ്കൂളിൽ ക്രിക്കറ്റ് കളിയൊക്കെ ആദ്യമായിട്ട് തുടങ്ങിയത് ഇദ്ദേഹം വഴിയാണ്. അതൊന്നും നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പല്ലേ. എന്നാലും പുള്ളി നമ്മളെ ചെറുപ്പക്കാരെയൊക്കെ ക്രിക്കറ്റ് കളി പഠിപ്പിച്ചു. ഞാനൊക്കെ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. ഞാൻ ഫുട്ബോളൊന്നും അധികം കളിച്ചിട്ടില്ല. എന്നാലും അപ്പോൾ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്നും വീട്ടിൽ നിന്ന് ഒരു 3 അപ്പോൾ ഉച്ചയ്ക്ക് പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങും. ലഞ്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലൈബ്രറി ഉണ്ട്, മതിലകം യങ് മെൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി ഉണ്ട്. വായനശാലയും അതൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് ക്ലബ്ബും വായനശാലയും ചേർന്നിട്ടാണ്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ആദ്യം പുസ്തകം എടുത്ത് തരുന്നത് ഇദ്ദേഹമാണ്. അതായത് എൻ്റെ ഫാദറിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ ഫാദറിന് തന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ 4ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് എൻ്റെ ഫാദർ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട്, അപ്പോൾ ഇദ്ദേഹം ലൈബ്രറിയിലാണ്, ഈ ലൈബ്രറിയിലെ ലൈബ്രറിയനാണ്. അപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ ലൈബ്രറി തുറക്കും. അപ്പോൾ ഒരു 4 മണി വരെയും പുള്ളി 1 മണിക്കൂർ അവിടെ ലൈബ്രറി നോക്കും. എന്നിട്ട് ആരെങ്കിലും ഏൽപ്പിച്ച് പോകും. ഇതാണ് പുള്ളിയുടെ റൂട്ടീൻ. അപ്പോൾ ഈ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഫാദർ ഒരു ദിവസം എന്നെ കൂട്ടിയിട്ട് ഈ ദാവിദേട്ടൻ്റെ അടുത്ത് പറഞ്ഞ്, ദാവിദ എൻ്റെ മോനാണ്, പുള്ളിക്കറിയാം എന്നെ കണ്ടിട്ടുണ്ട്, 4ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ വെക്കേഷൻ, പുസ്തകം എടുത്തു കൊടുക്കണം, അവന് പറ്റിയ വായിക്കാൻ പറ്റിയ പുസ്തകം. പുള്ളി ആദ്യം എനിക്ക് ലൈബ്രറിയിൽ നിന്ന് എടുത്തു തന്ന പുസ്തകം എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, വൈക്കം മോശം, എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആ പുസ്തകം എടുത്തു തന്നു, അത് വീട്ടിൽ കൊണ്ട് വായിച്ചു. 2 ദിവസം കഴിഞ്ഞ് അത് വായിച്ച് തിരിച്ചു കൊണ്ട് കൊടുത്ത്. അപ്പോൾ അടുത്ത് വൈക്കം മോശം തന്നെ ആനവാരിയും പൊൻകുരിശും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യത്തെ ഒരു 4-5 പുസ്തകങ്ങൾ വൈക്കം മോശം തന്നെയാണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് വായനയോട് ഒരു ഇഷ്ടം ആദ്യം തുടങ്ങുന്നതാണ്. അപ്പോൾ അതിൽ പുള്ളി ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുസ്തകങ്ങൾ എടുക്കാൻ തന്നെ അത് ഏകദേശം ഒരു ഞാൻ പ്രീ ഡിഗ്രി കാലം വരെ അത് തുടർന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ ഈ 4 മണിയായി കഴിയുമ്പോൾ സ്കൂൾ വിട്ട് കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഒരു 4-4:30 മണിയാകുമ്പോൾ പുള്ളി ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങും, നേരെ ഈ ഗ്രൗണ്ടിലേക്ക് വരും. പുള്ളിയുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബോൾ ഉണ്ടാവും പുള്ളിയിൽ, ഫുട്ബോള്, വോളിബോൾ, ഇതൊക്കെ പുള്ളി തന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണ്. വോളിബോൾ കളിക്കാനുള്ള നെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൊണ്ടുവന്നിട്ട് സ്കൂളിൽ കളിക്കാൻ താല്പര്യമുള്ളത്, പിന്നെ ആ പരിസരത്തുള്ള യുവാക്കളൊക്കെ ഉണ്ട്, അവരായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങും. സ്കൂളിലെ കുട്ടികളൊക്കെ ആയിട്ട് കളിയാണ് പുള്ളി. മനസ്സിലായി? കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ആദ്യം ഒരു വോളിബോൾ കളിക്കാൻ കുറച്ച് നേരം അവിടെ കളിക്കും. അപ്പോൾ പിള്ളേരുടെ കൂടെ കളിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കളിച്ചിട്ട് നേരെ പോയിട്ട് ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരുടെ കൂടെ കളിക്കും. അപ്പുറത്ത് ചെന്നിട്ട് ക്രിക്കറ്റ് കളിക്കും. ഇങ്ങനെ എല്ലാ കളികളിലും പുള്ളി കൂടും. കുട്ടികളെ പരിശീലിപ്പിക്കും കളി. ഇത് കഴിഞ്ഞാലോ അന്ന് മറ്റേ ഈ യുവജനോത്സവം പരിപാടിയൊക്കെ ഉണ്ട്, സ്കൂളിൽ നാടക പരിപാടിയൊക്കെ. ഇതിന് നാടക പരിശീലനം മറ്റേ നാടകം പ്രോംപ്റ്റ് ചെയ്യണില്ലേ, പ്രോംപ്റ്റ് ചെയ്യണ പുള്ളിയാണ്. ഞങ്ങളുടെ പല നാടകങ്ങളിലും ഇപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളെ കൂടി നാടകം എഴുതി അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ. അപ്പോഴൊക്കെ തന്നെ ദാവൂദേട്ടൻ വരും റിഹേഴ്സൽ സമയത്ത്. ദാവൂദേട്ടനാണ് നമ്മൾ അഭിനയം പഠിപ്പിക്കുന്നത്. എടാ അങ്ങനെയല്ല, അങ്ങനെ പറയണ ഡയലോഗ്, ഇങ്ങനെ പറയണ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് പറയും, പ്രോംപ്റ്റ് ചെയ്ത് തരും. അങ്ങനെ അത് എൻ്റെ മാത്രമല്ല, നമ്മുടെ ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ അന്നത്തെ കാലഘട്ടത്തിലെ സൗഹൃദങ്ങളൊക്കെ എപ്പോഴുണ്ടെന്ന് പറഞ്ഞാൽ കാരണം ഈ ദാവൂദേട്ടൻ്റെ സ്വാധീനം ഇവരൊക്കെ ഉണ്ടായിട്ടുണ്ട് നാടകം പരിശീലിപ്പിക്കാൻ. ഇത് മാത്രമല്ല, ഞങ്ങൾ മറ്റേ നാടകം സ്റ്റേജ് ചെയ്യുന്ന ദിവസം പുള്ളിയായിരിക്കും മേക്കപ്പ് മാൻ. മനസ്സിലായി? ഞങ്ങൾ വേറെ മേക്കപ്പ് മാനായിരിക്കും. പുള്ളിയുടെ എല്ലാ മേക്കപ്പ് സാമഗ്രികളുണ്ട്, മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം ബിഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പള്ളിയിലെ അച്ഛൻ്റെ വേഷം വേണമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഉണ്ട്, പുള്ളി എടുത്തുകൊണ്ട് തരും. വേറെ എന്തെങ്കിലും കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് പുള്ളി. ഇതൊക്കെ സൂക്ഷിച്ചേക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അങ്ങനെ എല്ലാ നിലക്കും സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവൂദേട്ടൻ. സിനിമകൾ അധികം കാണാറില്ല, സിനിമയായിട്ട് പുള്ളിക്ക് അധികം ബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാലും എന്നെ ഈ കലയിലേക്ക് കടുപ്പിക്കാനും ഈ നേരത്തെ ഞാൻ പറഞ്ഞ സാംസ്കാരിക സാമൂഹ്യ ബോധം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇവരൊന്നും ഡയറക്റ്റായിട്ട് എന്നെ പിന്നീടൊന്നും ഹെൽപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സിനിമയിലൊന്നും ദാവൂദേട്ടനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം വരെയും 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് ചേർന്നത്. ആദ്യം ഹോസ്റ്റലിലായിരുന്നു, പിന്നീട് ഡേ സ്കോളറായി. അപ്പോഴൊക്കെ തന്നെ ഞാൻ നിരന്തരമായിട്ട് ഈ മതിലെ ഞാൻ പറഞ്ഞില്ലേ, പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നെങ്കിലും ഞാൻ എൻ്റെ മതിലുമായിട്ടുള്ള സൗഹൃദം വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ദാവൂദേട്ടനെ നിരന്തരമായിട്ട് കാണുമായിരുന്നു. ദാവൂദേട്ടൻ ഇപ്പം മരിച്ചിട്ട് 6-7 വർഷമായി. ഈ മരിക്കുന്ന കാലഘട്ടം വരെയും ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കാണുമായിരുന്നു. ഇടയ്ക്കൊക്കെ മതിലത്ത് പോകുമ്പോൾ അദ്ദേഹത്തെ പോയി കാണാറുണ്ട്. വിശേഷങ്ങളൊക്കെ പുള്ളി അറിയാറുണ്ട്. അങ്ങനെ ഒരു വലിയ സൗഹൃദം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ കൂടെ പഠിച്ച ആളാണ്. അങ്ങനെ കുറെ. അതേപോലെ ഒരു പഴയ ആളെ കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള, പാട്ട് കേൾക്കാൻ വേണ്ടി. അതെ അതെ അതെ, അതെൻ്റെ ഫാദറിൻ്റെ ഒരു അനിയനാണ്. അതായത് യൂസഫ് എളാപ്പ എന്ന് പറയും. അദ്ദേഹത്തിന് 36ാമത്തെ വയസ്സിൽ മരിച്ചു. ഭയങ്കര മദ്യപാനിയായിരുന്നു. ലിവർ സിറോസിസ് വന്ന് മരിച്ചാണ്. ആ കാലഘട്ടം വരെ എൻ്റെ ഓർമ്മ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ തറവാട് വലിയ പഠിപ്പുരയൊക്കെയുള്ള അങ്ങനത്തെ ഒരു തറവാടാണ്. അതിനോട് ചേർന്നിട്ട് ഈ പണ്ടൊക്കെ നമ്മൾ കളപ്പുര എന്നൊക്കെ പറയും, താഴെ ഈ നെല്ലൊക്കെ സൂക്ഷിക്കാനും അതിനൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലൊരു തട്ടുംപുറം ഉണ്ടായിരുന്നു. ഈ തട്ടുംപുറം പഴയ നിരപ്പലയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ഹോള് മാതിരിയാണ്.
അത് അതിനോട് ചേർന്നൊരു ബെഡ് കിടക്കുമുറിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊരു ഔട്ട് ഹൗസ് വാരിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതിങ്ങനെ സൈഡിൽ കൂടി കോണിയുണ്ട്, കോണി കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മട്ടുപ്പാവ് വാരിയുണ്ട്. ആ മട്ടുപ്പാവിൽ നിന്ന് മട്ടുപ്പാവിന് ചെറിയ ബാൽക്കണിയാണ്. ആ ബാൽക്കണിയിൽ നേരെ മുമ്പിൽ ആണ് ഈ ഞങ്ങളുടെ മുസ്ലിം പള്ളി, മതിലകത്തെ പള്ളി. ഞങ്ങളുടെ വീടിൻ്റെ പടിപ്പുരയുടെ നേരെ മുമ്പിലാണ് ഈ മുസ്ലിം പള്ളി. ഈ സൈഡിലാണ് ഈ പള്ളിയുടെ കോമ്പൗണ്ടിലാണ് സ്കൂളിൻ്റെ കോമ്പൗണ്ട് ആരംഭിക്കുന്നത്, ഈ മതിലെ മുസ്ലിം പള്ളിയുടെ. ഈ മട്ടുപ്പാവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയും അതിനോട് ചേർന്നുള്ള ശ്മശാനമൊക്കെ കാണാം. നമ്മുടെ ഈ കബറുകളുണ്ടല്ലോ. അപ്പോൾ എൻ്റെ സന്ധ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ കബറുകൾ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുമായിരുന്നു. ആദ്യമൊക്കെ പേടിയായിരുന്നു. പിന്നെ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഖസാക്കിൻ്റെ ഇതിഹാസവും സ്മാരകശിലകളൊക്കെ വായിച്ചിട്ട് ഈ കബറ്, അവിടുത്തെ ജിന്ന്, ഇതിനൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുറിയുടെ ഒരു അങ്ങനത്തെ ഒരു ഡോറാണ്, ഒരു കിളിവാതിൽ വരി, അതിനെ ചേർന്നിട്ടാണ് ഈ മട്ടുപ്പാവുന്നത്. ഈ മുറിയിൽ കുറേ പുസ്തകങ്ങൾ, മാതൃഭൂമി, ആഴ്ചപ്പതിപ്പ്, പഴയ കാലഘട്ടത്തിലുള്ള അതൊക്കെ വാപ്പയും കുറേ വായിക്കുമായിരുന്നു. മാതൃഭൂമിയൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു, ആഴ്ചപ്പതിപ്പുകളൊക്കെ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വലിയ ഗ്രാംഫോൺ പെട്ടി ഉണ്ടായിരുന്നു. അത് എന്നാണ് വാങ്ങിച്ചതെന്നൊന്നും അറിയില്ല. വാപ്പയുടെ എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ വാപ്പ പറഞ്ഞു എനിക്ക് വാപ്പാക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. കുറേ വർഷങ്ങളായിട്ടുണ്ട്. വലിയൊരു പെട്ടിയാണ്, അതിൻ്റെ മുകളിലാണ് ഗ്രാംഫോൺ ഇരിക്കുന്നത്. കുറേ ഗ്രാംഫോൺ ഡിസ്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നിരുന്നത് ഈ മുഹമ്മദ് അലാപ്പയാണ്. അപ്പോൾ പുള്ളിയുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മദ്യപാനമുണ്ട്. മദ്യപാനമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് കിടക്കും. എന്നിട്ട് ഓരോ ഡിസ്ക് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കേൾക്കും, പാട്ട് കേൾക്കും. പുള്ളിയുടെ കൂടെ 2 സുഹൃത്തുക്കളുണ്ടാവും. ആ സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ ഭയങ്കര ക്യാരക്ടേഴ്സ് ആയിരുന്നു. 2 പേരുടെ പേര് ഇരട്ടകളാണ്. 2 ഉണ്ണികളെന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഇരട്ടകളായപ്പോൾ ചെറുപ്പത്തിൽ വിളിച്ച പേരാണ്. യൂസുഫും മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് 2 പേരായിരുന്നു. അവർ 2 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവർ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. എൻ്റെ ഇളാപ്പാക്ക് പാട്ട് പാടാമെന്ന് അറിയില്ല. പുള്ളി പാട്ട് കേൾക്കാന്നല്ലാണ്ട് പാടൊന്നുമില്ല. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളാപ്പയുടെ സൗഹൃദം എന്ന് വെച്ചാൽ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ പിടിച്ചിരുത്തിയിട്ട് പാട്ട് പാടുന്നതാണ്. അല്ലെങ്കിൽ ഇവർ ഈ ഗ്രാംഫോണിൽ ഇങ്ങനെ പാട്ട് കേൾക്കും. അപ്പോൾ ഒരാൾ റഫി സാബിൻ്റെയും ഗസൽസൊക്കെ പാടുന്ന ഒരാളായിരുന്നു. മറ്റേ ഈ മെഹബൂബിൻ്റെ പാട്ടുകൾ പാടും. അന്ന് മെഹബൂബ് വലിയ ഗായകനാണല്ലോ. എന്താണ് മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, അങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ ഉള്ള നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ മെഹബൂബിൻ്റെ കുറേ പാട്ടുകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹം പാടും നന്നായിട്ട്. ഇവരാണ് ഈ എളാപ്പാടെ ചങ്ങാതിമാർ. ഇവർക്ക് ബാബുരാജൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ ബാബുരാജിൻ്റെ ഈ മഹഫിലൊക്കെ ഉണ്ടാവും കോഴിക്കോടൊക്കെ. ഇത് കേൾക്കാനൊക്കെ ആയിട്ട് ഇവർ അങ്ങോട്ട് കോഴിക്കോട് പോകും, എളാപ്പാനായിട്ട് പോകും. ഇടയ്ക്ക് ബോംബെ പോയി മുഹമ്മദ് റാഫിനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവർ പോകും. പോകണത് എങ്ങനെയാണെന്ന് അറിയാം. എളാപ്പാടെ ഒരു പറമ്പുണ്ട്. അപ്പോൾ എളാപ്പ കല്യാണം കഴിച്ചെങ്കിലും മക്കളൊന്നുമില്ല. അപ്പോൾ ഈ ഭൂസ്വത്തുണ്ട് കുറേ. അപ്പോൾ ഒരു പറമ്പ് വെക്കും. അതിൻ്റെ കാശ് കിട്ടുന്ന നേരെ പാട്ട് കേൾക്കാൻ പോവാന്ന് പറഞ്ഞാൽ അതാണ് ഒരു ക്യാരക്ടറാണ്. വിശ്വസനീയമായ ഒരു കാര്യം. അതാണ്. അങ്ങനെ പാട്ട് കേൾക്കാൻ മാത്രമല്ല, ഇങ്ങനെ ജോലി അടിച്ച് പോകും. അപ്പോൾ 1 മാസം 2 മാസമൊക്കെ ഇവർ ബോംബെ പോകും, കറങ്ങി അടിക്കും. എന്നിട്ട് മുഹമ്മദ് റാഫിനെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. റാഫിനെ കണ്ടിട്ടൊന്നുമില്ല. എന്നിട്ട് തിരിച്ചു വരും. പക്ഷേ ബാബുരാജിൻ്റെ പല മെഹഫിലിനും പുള്ളി കേൾക്കാനൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ഈ യൂസഫ് എളാപ്പ എന്ന് പറഞ്ഞിട്ട്. യൂസഫ് എളാപ്പ പിന്നെ മദ്യപാനങ്ങൾ കൂടി ലൈഫ് ഒരു തരം എവിടെ എത്തിയില്ല. അങ്ങനെ ഇതായി കഴിഞ്ഞിട്ട് പുള്ളിക്ക് പെട്ടെന്ന് ലിവർ സിറോസിസ് വന്നു. അങ്ങനെ പുള്ളി മരിച്ചുപോയി. ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട് അതിലുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതം. ആ നാടിനെ കുറിച്ച് തന്നെ പറയുമ്പോഴേ നമുക്ക് എപ്പോഴും നല്ല ഓർമ്മകൾ മാത്രം ആയിരിക്കില്ല ആ നാട്ടിൽ നിന്ന് ഉണ്ടാവുക. എന്നാൽ പിന്നീട് ആലോചിക്കുമ്പോൾ തമാശയായിട്ട് തോന്നും ചെയ്യും. നിറം സിനിമ റിലീസ് ചെയ്തപ്പോൾ ആദ്യത്തെ ദിവസങ്ങൾ അത് വേണ്ടത്ര ആളുകൾ അംഗീകരിച്ചില്ല. അതിലെ നായകനെ എടാന്ന് വിളിക്കുന്നത് അക്കാലത്ത് വേണ്ടത്ര ആക്സെപ്റ്റ് ചെയ്തില്ല, ഭയങ്കര കൂലായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ സിനിമ കണ്ടിട്ട് ആളുകൾ കൂവെന്ന് കേട്ടപ്പോൾ ഒരു ഭയങ്കര പ്രയാസമോ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ? അല്ല, എനിക്ക് നാടിനോട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിറം റിലീസ് ചെയ്ത ദിവസം കേരളത്തിൽ എല്ലാ തിയേറ്ററിലും കൂവലായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അതായിരുന്നു. എറണാകുളത്ത് കൂവല്, കോഴിക്കോട് കൂവല്, തിരുവനന്തപുരത്ത് കൂവല് എന്നൊക്കെയാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ കൊടുങ്ങല്ലൂർ പടം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ഷോക്ക് പോകാറില്ല ഒരു തിയേറ്ററിൽ. എനിക്ക് ടെൻഷനാണ്, അവിടെ പോകാത്താണ്. അപ്പോൾ നല്ല കൂവലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻ്റർവെൽ സമയത്ത് നമ്മുടെ ചില സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എനിക്കാകെ ടെൻഷനായി. അപ്പോൾ ഞാൻ പോയില്ല. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്തിനാണ് കൂവണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തിയേറ്ററിൽ ചെന്നു, മുഗൾ തിയേറ്ററിൽ ചെന്നു. കൂവലുണ്ട്, നല്ല കൂവലപ്പം. അത് ആദ്യത്തെ ഷോക്കൊന്നും ആർക്കും മനസ്സിലായില്ല എന്തിനാണ് ഈ കൂവണം. അപ്പം ഞാൻ ഏകദേശം വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ എൻ്റെ അസിസ്റ്റൻസ് 1-2 പേര് പല സ്ഥലത്തുനിന്ന് പടം കണ്ടിട്ട് അവരും പറഞ്ഞു, സാർ എടാന്ന് വിളിക്കുമ്പോഴാണ് ഈ കൂവണത്. അത് പ്രധാനമായിട്ട് ഒന്ന് ശാലിനി എടാന്ന് വിളിക്കുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പെണ്ണുങ്ങൾ അങ്ങോട്ടുള്ള ശാലിനിയെ തിരിച്ചെടാന്ന് വിളിക്കുന്നു. അപ്പോൾ അതൊന്നും അന്നത്തെ കാലത്ത്, ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എടാ വിളിക്കുന്നതാണ്. അന്ന് അതൊരു പുതുമയായിരുന്നു. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായിരുന്നു കാരണം. പ്രത്യേകിച്ചും കുറച്ച് മുതിർന്ന ആൾക്കാർക്കൊക്കെ പ്രശ്നം. പിന്നെ മൊത്തത്തിൽ അന്ന് ഈ സിനിമകൾക്ക് കൂവലൊരു കോമൺ ആയിരുന്നു.
ആ കാലഘട്ടത്തിൽ 2010 വരെയുള്ളൊരു കാലഘട്ടത്തിലെ സിനിമകൾ നോക്കിയോ, മിക്കവാറും സിനിമകൾക്കൊക്കെ തിയേറ്ററിൻ്റെ അകത്ത് കൂവലൊരു സംസ്കാരമായിരുന്നു. പക്ഷെ പിന്നീട് അതൊന്നും പെട്ടെന്ന് അത് മാറി സിനിമ ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്തില്ലേ? അല്ല, അതാണ് പറഞ്ഞത്. അത് അതെ, കഴിഞ്ഞിട്ട് ഞാനപ്പോൾ വിചാരിച്ച ആ പടം പൊട്ടിപ്പൊളിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു. ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ചെയ്ത പടമാണ്. കുഞ്ചാക്കോ ബോബനും അതിന് മുമ്പ് അനിയത്തിപ്രാവ് കഴിഞ്ഞിട്ട് അതിന് ശേഷം 2-3 പടങ്ങൾ നല്ല ഫ്ലോപ്പായി. ചാക്കോം ഒരു വല്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ പടം വരുന്നത്. അപ്പോൾ നമുക്കൊക്കെ വിഷമമായി. സെക്കൻഡ് ഡേ കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറൊക്കെ വിളിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ടറൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് പ്രശ്നമാവുമല്ലോ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്നൊക്കെ ചോദിച്ചു. കട്ട് ചെയ്യാൻ പറ്റുമോ? നിറയെ ഉണ്ട് അതിൽ. ആ സിനിമയിൽ മുഴുവൻ നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ സിനിമ മുഴുവൻ കട്ട് ചെയ്ത് കളയണം, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ വ്യാഴാഴ്ചയാണ് പടം റിലീസ് ചെയ്തത്. എനിക്ക് ഓർമ്മ വ്യാഴം വെള്ളി ശനിയാഴ്ച ഒരു മാറ്റിനി കഴിഞ്ഞോടുകൂടി തിയേറ്ററിൽ സ്ത്രീകൾ ഭയങ്കരമായിട്ട് കയറുന്നു. ഒന്ന് പ്രത്യേകിച്ചും ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളും ചെറുപ്പക്കാരിയായിട്ടുള്ള വീട്ടമ്മമാരും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളാണ് തിയേറ്ററിൽ. ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. ഞാൻ അന്ന് എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു, സൺഡേ ആയിരുന്നു. അപ്പോൾ സാറ്റർഡേ ഞാനും വൈഫും കൂടി തിരുവനന്തപുരത്തേക്ക് പോവാം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ എന്നെ ലിബർട്ടി ബഷീർ തലശ്ശേരിയിൽ നിന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഭയങ്കര ആളാടോ പടത്തിന്, കംപ്ലീറ്റ് പെണ്ണുങ്ങളാണ്. മാറ്റ്നിക്ക് കംപ്ലീറ്റ് 90% പെണ്ണുങ്ങളായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇപ്പം ഫസ്റ്റ് ഷോ തുടങ്ങാൻ പോണു, ഇവിടെ മുഴുവൻ പെണ്ണുങ്ങൾക്ക് ടിക്കറ്റ് കൊടുത്തപ്പോൾ തന്നെ ഹൗസ്ഫുള്ളായി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ തിയേറ്ററിൽ അങ്ങനെ പരിപാടി ഉണ്ട്. ആദ്യം സ്ത്രീകൾക്ക് സെപ്പറേറ്റ് കൊടുക്കും, അവർക്ക് ടിക്കറ്റ് കൊടുക്കും. അവർക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവര് തിരിച്ചു പോയി ചിലപ്പോൾ പിന്നെ വരില്ല. പിന്നെ ഫാമിലി പെണ്ണുങ്ങൾ കയറുമ്പോൾ ആണുങ്ങളുടെ ഭർത്താവിൻ്റെ ഒക്കെ ചേർത്ത് ടിക്കറ്റ് എടുക്കും. എന്നാലും പെണ്ണുങ്ങൾ വന്ന് ക്യൂ വെക്കുമ്പോൾ അവർക്ക് കൊടുക്കും. അപ്പോൾ പുള്ളി എന്നോട് വിളിച്ചു പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് ടിക്കറ്റ് കൊടുത്തപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ ഫുള്ളായി എന്ന് പറഞ്ഞു. അത്രയധികം സ്ത്രീകളുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞ്, അപ്പം ഞാൻ ചോദിച്ചു കൂവലുണ്ട്. ഇന്ന് മാറ്റിനിക്ക് ഒരു കൂവലിടും, അത് വ്യാഴം വെള്ളി ഉണ്ടായുള്ളൂ, ശനിയാഴ്ച തൊട്ടിട്ട് കൂവലൊന്നും. വ്യാഴാഴ്ചയും പുള്ളി എന്നോട് വെള്ളിയാഴ്ചയും പുള്ളി പറഞ്ഞത് ഫസ്റ്റ് തൊട്ടിട്ട് പിന്നെ കൂവലൊന്നുമില്ല. അപ്പോഴേക്കും ഈ ഇങ്ങനത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ഓഡിയൻസ് കുറഞ്ഞു, അതുകൊണ്ടായിരിക്കും. സൺഡേ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് കളക്ഷൻ കൂടി. പിന്നെ കൂവലൂരിൽ ഒരു തേങ്ങയില്ല. അങ്ങനെ ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇതുകൊണ്ട് സാറിന്റെ സിനിമകളിൽ തന്നെ ഇങ്ങനെ ഒരു പെട്ടെന്നുണ്ടായത് വേറെ സിനിമ ഉണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവമില്ല. ഇങ്ങനെ ഒരു നെഗറ്റീവ് വന്നിട്ട് പിന്നെ പോസിറ്റീവ് ആയത് വളരെ അത്രയും ഇതായിട്ട് വേറൊരു പടത്തിനും വന്നിട്ട്. കുറെ പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ആ സിനിമ ഇപ്പോൾ ഈ പറഞ്ഞ ഇടവിളികളൊക്കെ വളരെ സ്വാഭാവികമായിട്ട് മാറും. ആ സിനിമയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ സൗഹൃദം, ആൺപെൺ സൗഹൃദമൊക്കെ വളരെ കോമൺ ആയി. അപ്പോൾ ഇപ്പോൾ പലരും എന്നോട് അവിടെ കണ്ടിട്ടും വിളിച്ചിട്ടൊക്കെ പറയാറുണ്ട്, കാലത്തിന് മുമ്പേ വന്നൊരു സിനിമയാണ് എന്ന് പറയാറ്. ഞാൻ പറഞ്ഞു എൻ്റെ പല സിനിമകളും കാലത്തിന് മുമ്പേ വന്നിട്ടുണ്ട്, അത് പിന്നെ സ്വാഭാവികം. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ അംഗീകരിക്കണ്ടല്ലോ. ഇപ്പോൾ പുതിയ തലമുറ അത് കാണുന്നുണ്ട്, അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ട്, പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് അത് മാറുന്നുണ്ടല്ലോ. അത് വലിയ കാര്യമുണ്ട്. അത് ഒരു കാലഘട്ടത്തിന്റെ ഒരു അടയാളം പോലെ അങ്ങനെ വരും. അതാണ് ക്യാമ്പസ് പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും. ആ സിനിമയുടെ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് അതിന് സൗഹൃദത്തിന് ഭയങ്കര ഒരു മൂല്യം കൊടുത്തു എന്നുള്ളതാണ്. സാറിന്റെ ഒരു നിലപാട് സിനിമയുമായി ബന്ധപ്പെട്ടും രാഷ്ട്രീയമായി ബന്ധപ്പെട്ടൊരു നിലപാട് എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നി, തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു ഫ്യൂഡൽ മാടമ്പി സിനിമ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ധാരാളം സിനിമ അങ്ങനെ വന്നിട്ടുണ്ട്, ഹിറ്റായിട്ടുണ്ട്. അതാണ് ഞാൻ ചെയ്തിട്ടില്ല. അതൊരു ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അന്നത്തെ ഈ സവർണ മാടമ്പി കഥാപാത്രങ്ങളോട് അതിൻ്റെ താരപരിവേഷത്തോട് എനിക്ക് ഒരു കാലത്തും ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. അതാണ് കാരണം. അല്ലാതെ മാടമ്പി സിനിമകൾ സിനിമയ്ക്ക് എന്തും വിഷയമാക്കാനോ. സിനിമയിൽ ഇപ്പം നമുക്കൊരു റൗഡിയും, ഇപ്പം മുടിയനായ ഉത്തരം എന്ന് പറഞ്ഞിട്ട് സത്യൻ്റെ ഒരു പടമുണ്ട്. സത്യൻ അതിൽ റൗഡിയായിട്ടാണ് അഭിനയിച്ചത്. തോപ്പിൽ ബാസിലെ നാടകമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള നാടകമാണ്, ഒരുപാട് കളിച്ചിട്ടുള്ള സ്റ്റേജ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഇത് ആഘോഷിക്കല്ല. ഒരു റൗഡിയുടെ ജീവിതം, അയാൾ റൗഡിയായിട്ട് നടന്നിട്ട് പിന്നീട് എങ്ങനെയാണ് അയാൾക്ക് പരിവർത്തനം വരുന്നത്, അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ പറയുന്ന ഒരു സിനിമയായിരുന്നു മുടിയനായ ഉത്തരം, സത്യൻ അഭിനയിച്ചത്. പിന്നീട് നമ്മൾ ഇപ്പോൾ ഈ എന്താ പറയുക, ഇത്തരം സവർണ മാടമ്പികൾ ആഘോഷമാക്കുന്ന സിനിമകൾ തിയേറ്ററിൽ വന്നു. അതിനെയാണ് ഞാൻ എതിർത്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരു ഫ്യൂഡൽ സിസ്റ്റത്തെ നമുക്ക് എതിർത്തിട്ട് കാര്യമില്ലല്ലോ, അത് റിയാലിറ്റിയാണ്. ഇപ്പോൾ MT അടക്കം ഫ്യൂഡൽ സിസ്റ്റം വെച്ചിട്ടുള്ള എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതൊരു കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ റിയാലിറ്റിയാണ്. അതിൻ്റെ പുഴുക്കുത്തുകളെ കുറിച്ചൊക്കെ നമുക്ക് സിനിമയിൽ പറയാം, അതിൻ്റെ കുഴപ്പങ്ങൾ പറയാം. പക്ഷെ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയാണ് ഞാൻ എതിർത്തിട്ടുള്ള കാര്യം. മനസ്സിലായില്ല, ഞാൻ അന്നും പറഞ്ഞിട്ടുള്ള സംഭവം അത് തന്നെ. എതിർക്കാന്ന് വെച്ചാൽ പരസ്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ സൗഹൃദങ്ങളിൽ പറയാറുള്ളതാണ് ഉണ്ടായിരുന്നത്. അതിനോട് യോജിപ്പില്ല, എനിക്ക് യോജിപ്പില്ല എന്നാണ്. പ്രത്യേകിച്ചും രഞ്ജിത്തൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ രഞ്ജിത്തിനോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ തമ്മിൽ ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും ഈ സവർണ മാടമ്പി സിനിമ ഞാനും നീയും കൂടി ചെയ്തിട്ടില്ല. അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നീ അത്തരം കഥകൾ എന്നോട് അങ്ങനെ വന്ന് പറഞ്ഞിട്ടുമില്ല,
ഒരിക്കൽ മാത്രം പറഞ്ഞു, പക്ഷെ ആ കഥ അപ്പം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ തോന്നി പറഞ്ഞൊക്കെ വിടുകയും ചെയ്തു. പക്ഷേ അത് വലിയ വിജയങ്ങളായി, വലിയ ആഘോഷങ്ങളായി. രഞ്ജിത്ത് എന്ന് പറയുന്ന റൈറ്ററെ ഉണ്ടാക്കിയെടുത്തതിൽ ആ സിനിമകൾക്ക് വലിയ പങ്കുണ്ട്, അതിനെ നമുക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറെ ആ രീതിയിലേക്ക് ബിംബവൽക്കരിച്ചതിൽ അത്തരം സിനിമകൾക്ക് വലിയ പങ്കുണ്ട്. അത് ഗുണമുണ്ടായിട്ടുണ്ട്, ദോഷമുണ്ടായിട്ടുണ്ട്, അത് വേറെ വിഷയം. നമ്മൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി അത് ഇന്ത്യൻ ഒരു ഇതിൽ യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടും കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സിനിമകൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. സാംസ്കാരികമായിട്ടും ഈ നമ്മൾ പറയില്ലേ ഇപ്പോൾ ചില ബിംബങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സംഘപരിവാറിൻ്റെ ഒക്കെ ചിലപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ആ സിനിമകൾ മാറിപ്പോയി. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവാം ചിലർ. അല്ല, പക്ഷെ അങ്ങനെ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ രഞ്ജിത്തോ ഷാജി കൈലാസോ മോഹൻലാലോ ഒന്നും ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടല്ല ഈ സിനിമകൾ ചെയ്തിട്ടുള്ളത്. ഇവർ സംഘപരിവാറിനെ ഇനി ഭാവിയിൽ അത് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോടൊരു വിയോജിപ്പൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചതായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം 92-ലാണല്ലോ ഈ പള്ളി പൊളിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ വന്നിട്ടുള്ള ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ മുതലെടുപ്പുകളൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇത്തരം സിനിമകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പല ആൾക്കാരെയും സ്വാധീനിക്കും, ചെറുപ്പക്കാരെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ടാണ് അത്തരം സിനിമകളോട് ഞാൻ മാനസികമായിട്ടൊരു വിയോജിപ്പ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്തരം സിനിമകൾ മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ കമൽ സാറിൻ്റെ ഏതെങ്കിലും സിനിമ അത്തരം ആശയങ്ങൾക്കെതിരായിട്ടുള്ള സിനിമയായിട്ട് മാറിയിട്ടില്ല. ഇല്ല, ഞാനാണ് പറഞ്ഞത്, ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള അവസരമുണ്ട്. സിനിമയെ സംബന്ധിച്ചോളം ഈ പറയുന്ന സിനിമകൾ ചെയ്ത നമ്മുടെ സുഹൃത്തുക്കളൊന്നും ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്ത സിനിമകളല്ല. അവരെ സംബന്ധിച്ചോളം അതൊരു വാണിജ്യ വിജയത്തിന് വേണ്ടിയിട്ടൊരു ഫോർമുല ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ആ ഫോർമുല പിന്നീട് സ്വാധീനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു താരപരിവേഷം ഉണ്ടാക്കാനായിട്ട് അത്തരം സിനിമകൾക്ക് വലിയ ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന ബിംബങ്ങൾ മാത്രമല്ല, അതിലെ കഥാപാത്രങ്ങളെ അങ്ങനെയുള്ള ഗ്ലോറിഫൈ ചെയ്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആറാം തമ്പുരാനായാലും ശരി, അങ്ങനെയുള്ള സിനിമകളൊക്കെ ആയാലും ശരി, ബോംബെയിൽ നിന്ന് ഒരാൾ വരുന്നു, ഈ ബോംബെയിൽ നിന്ന് വരുന്ന അധോലോകത്തിൽ നിന്ന് വരുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല, എല്ലാ ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട്. ആ അധോലോകത്തിലെ നായകന്മാർ ഭയങ്കരമായിട്ട് നമ്മുടെ ഇപ്പോഴും ഇന്ത്യൻ സിനിമയിൽ അത്തരം സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നമുക്കറിയാം. അത്തരം നായകന്മാർക്ക് വലിയ വീരപരിവേഷം ഉണ്ടാകുന്നത് അതൊരു കാലഘട്ടത്തിൽ ഹിന്ദി സിനിമയിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അമിതാഭ് ബച്ചനും അടക്കമുള്ള ആൾക്കാരുടെ സിനിമകളിലൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്വാധീനമായിരിക്കാം ഒരു താരപരിവേഷത്തിന് ഈ താരശരീരത്തെ അത്തരം രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് പിൽക്കാലത്ത് നമ്മളിപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ തലമുറ തിരിഞ്ഞു നോക്കുമ്പോൾ, അതിൻ്റെ അകത്ത് നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു. അന്നതൊരു പൊളിറ്റിക്കൽ ആയിട്ട് ഇൻകറക്റ്റായിട്ട് തോന്നിയിട്ടില്ലല്ലോ എഴുത്തുകാരനോ അഭിനയിക്കുന്ന ആക്ടർക്കോ തോന്നിയിട്ടില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഡയറക്ടർക്ക് തോന്നിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണല്ലോ അത് സിനിമയിൽ ഉപയോഗിക്കുന്നത്. ഇന്നത് ഇൻകറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആ കോണ്ടെസ്റ്റിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലാണ്ട് അത്തരം സിനിമകളെ ഞാൻ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കമൽ സാറിനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ രൂപം കൊണ്ട ഒന്നാണ്. പക്ഷേ നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഇറയത്ത് വന്നിട്ട് ഒരു രാഷ്ട്രീയ പ്രതിഷേധം ഉണ്ടാവുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് അധികമൊന്നും ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല പലർക്കും. അല്ല, അതിൻ്റെ അകത്ത് കാരണമുണ്ടല്ലോ. ഞാൻ അതുകൊണ്ടാണ് അതിനങ്ങനെ കാണുന്നുള്ളൂ. കാരണം ഞാൻ വെറും സിനിമാക്കാരനായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലല്ല അത്. ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ നിലപാടുകൾ എല്ലാവർക്കും അറിയാം, പരസ്യമാക്കപ്പെട്ട കാര്യമാണ്. ഞാൻ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളും എനിക്ക് നേരെ വരും. അത് നമ്മളത് പ്രതീക്ഷിക്കണം, അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ആ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ ഗാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിവാദമാണ്. അത് ചലച്ചിത്ര അക്കാദമി IFFK സംഘടിപ്പിക്കുന്ന സമയത്ത് അന്ന് എന്താ പറയുക, ഗവൺമെൻറ് എടുത്ത തീരുമാനം, കോടതിയിൽ നിന്ന് വന്നൊരു വിധി അനുസരിച്ച് എല്ലാ തിയേറ്ററുകളിലും എല്ലാ ഷോയ്ക്കും ദേശീയ ഗാനം പടം തുടങ്ങുന്നതിന് മുമ്പ് എന്നുള്ളതായിരുന്നു അന്ന് തീരുമാനം. അതനുസരിച്ച് എല്ലാ തിയേറ്ററിലും ദേശീയ ഗാനം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സിനിമാ തിയേറ്ററുകളിലൊക്കെ ദേശീയ, അപ്പോൾ എല്ലാവരും എഴുന്നേറ്റിരിക്കും. അങ്ങനെ ഫിലിം ഫെസ്റ്റിവലിലും എല്ലാ തിയേറ്ററുകളിലും ദേശീയ ഗാനം എല്ലാ ഷോയ്ക്കും ഉണ്ടാകുമായിരുന്നു, എല്ലാവരും എണീറ്റിരിക്കും. അപ്പം നമ്മൾ ഈ പബ്ലിക് തിയേറ്ററുകളുണ്ട്, അതായത് കൈരളി തുടങ്ങിയിട്ടുള്ള തിരുവനന്തപുരത്ത് 10-13 പബ്ലിക് തിയേറ്റർ, 14 പബ്ലിക് തിയേറ്ററുകളിലൊക്കെ ദേശീയ ഗാനം വയ്ക്കുന്നുണ്ട്. നിശാഗന്ധിയിലും
നിശാഗന്ധി ഒരു സിനിമ ഹാളല്ല, ആ. അവിടെ കൾച്ചർ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ക്രൗഡിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഫിലിം ഫെസ്റ്റിവൽ സമയത്ത് വൈകുന്നേരങ്ങളിൽ അവിടെ സിനിമാ പ്രദർശനം ഉണ്ടാകുന്നത്. അതെ. അത്രയധികം ആൾക്കാരും 10,000 ആൾക്കാർക്ക് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പ്രദർശിപ്പിച്ചപ്പോൾ കുറേ പേര് എഴുന്നേറ്റ് നിന്നില്ല, കുറേ ചെറുപ്പക്കാർ ഡെലിഗേറ്റ്സ്. അതിന് കാരണം അവർ പറയണതെന്ന് വെച്ചാൽ അത് സിനിമാ തിയേറ്റർ അല്ല, അപ്പോൾ ഞങ്ങൾ എന്തിനു എണീറ്റിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷെ അത് നിയമം അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് പോലീസ് വന്നിട്ട് കുറേ പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ചലച്ചിത്ര അക്കാദമിക്ക് ഇടപെടണം. ഞാനാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള രീതിയിൽ IFFKയുടെ ഫെസ്റ്റിവൽ ഡയറക്ടർ ഞാനാണ്. അപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും അന്നത്തെ DGP വിളിക്കുകയും DGP അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞില്ല ഞാനത് പരിശോധിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് സ്വാഭാവികമായിട്ട് ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങൾ വന്നിട്ട് ചാനലുകാരൊക്കെ വന്നിട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ചെയ്തത് ശരിയായില്ല എന്നുള്ള രീതിയിൽ. കാരണം ഒന്നാമത് സർക്കാരിൻ്റെ ഒരു പരിപാടി നടക്കുക, പോലീസ് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറിയിട്ട് ആൾക്കാരെ പിള്ളേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഒരിക്കലും ശരിയായില്ല. കാരണം ദേശീയ ഗാനത്തോടുള്ള അനാദരവല്ല. നിശാഗന്ധി സിനിമാ തിയേറ്ററാണോ ഇല്ല എന്നുള്ളതിനോട് വെച്ച് തർക്കപ്പോഴുണ്ട്. അപ്പോൾ സിനിമാ തിയേറ്ററിൽ എല്ലാ തിയേറ്ററിലും ദേശീയഗാനം വെക്കുന്നിട്ട് ആൾക്കാർ എഴുന്നേറ്റ് വെക്കുന്നുണ്ട്, ഇവിടെ എഴുന്നേറ്റ് നിൽക്കില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാഷ്ട്രീയം ശരിയായില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് പിറ്റേ ദിവസം ഭയങ്കര വിവാദമായിട്ട് വന്നത്. അപ്പം തന്നെ വൈകുന്നേരം തന്നെ ചാനലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ദേശീയ ഗാനത്തിന് എതിരാണെന്നുള്ള രീതിയിൽ ഈ സംഘപരിവാർ സംഘടനകളും BJP ഒക്കെ അങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ പിറ്റേന്ന് ആൾക്കാർ പ്രതിഷേധവും, വീടിൻ്റെ മുമ്പിൽ മാത്രമല്ല IFFKയുടെ വേദികളിലൊക്കെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ ഓഫീസിൽ ഫെസ്റ്റിവൽ ഓഫീസുണ്ട്, അതിൻ്റെ മുമ്പിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് മൊത്തം പ്രതിഷേധം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കം അതിന് പ്രസ്താവന ഇറങ്ങി. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചാൽ ദേശീയഗാനം വെക്കണം, അത് നിശാഗന്ധിയിലും വേണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും അവിടെ ദേശീയഗാനം വെക്കുന്നത്. അപ്പോൾ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല എന്നുള്ളത് AK ബാലൻ മിനിസ്റ്റർ അടക്കം തള്ളി പറഞ്ഞ കാര്യമാണ്. പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് എടുത്തു. അപ്പോൾ പിന്നെ അവരെടുത്ത ഒരു ആയത് വെച്ചാൽ അപ്പം എൻ്റെ പേര് ഉടനെ വന്നു. അതിനു മുമ്പ് കമലായിരുന്നു ഞാൻ, അന്ന് മുതലാണ് ഞാൻ കമാലുദ്ദീൻ ആവുന്നത്. അതിനു മുമ്പ് ആരും കമാലുദ്ദീൻ എന്നുള്ള രീതിയിൽ എന്നെ ഉപയോഗിച്ചിട്ടില്ല, എൻ്റെ ആ പേര് ഉപയോഗിച്ചിട്ട് ആരും പറഞ്ഞിട്ടില്ല. അവരെൻ്റെ മുസ്ലിം ഐഡൻറ്റിറ്റി പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്നോട് പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞു. അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണല്ലോ, അവരുടെ ശത്രുക്കളോടൊക്കെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞു. ഇത് പണ്ട് ആൻഡമാനിൽ നാട് കിടത്തുന്ന മാതിരിയാണല്ലോ, പാകിസ്ഥാനിലേക്ക് നമ്മളൊക്കെ നാട് കിടത്തിയിട്ട് എന്ത് ചെയ്യാനാണ്? നമുക്ക് അവിടുത്തെ ഭാഷ അറിയില്ല, രാജ്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കൊടുങ്ങല്ലൂർക്കാരനായിട്ടുള്ള വളരെ മതനിരപേക്ഷമായ ഒരു പ്രദേശത്ത് ജനിച്ചു വളർന്ന എന്നെപ്പോലുള്ള ഒരു ദേശീയ മുസ്ലിം എന്ന് നമുക്കൊക്കെ ധൈര്യമായിട്ട് പറയാവുന്ന ആളാണ് ഞാൻ. കാരണം എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ അതാണ്. അപ്പോൾ ദേശീയ മുസ്ലിമായിട്ടുള്ള നമ്മളെ എന്തിനാണ് പാകിസ്ഥാനിൽ പോണത്? അല്ലെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ആളെ വിടാനുള്ള സ്ഥലമല്ലല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്ന മാതിരി. അത് പിന്നീട് ഉണ്ടായ ഒരു പല കോൺടെസ്റ്റിലും നമുക്കറിയാം, ഗോപാലകൃഷ്ണനോട് അടക്കം പറഞ്ഞിട്ടുണ്ട് അവർ പാകിസ്ഥാനിലേക്ക് പോകാൻ. അവരുടെ സ്ഥിരം പറച്ചിലാണ് ഇത്. നമ്മൾ ഇവരുടെ ഈ രാഷ്ട്രീയ പറച്ചിലിന് നിസ്സാരമായി കാണുകയും തള്ളിക്കളയൊക്കെ ചെയ്യാം. പക്ഷെ അതിൻ്റെ അടിയിൽ വലിയൊരു വിഷയമുണ്ടല്ലോ. അതായത് ഇപ്പോൾ സിനിമയാവട്ടെ മറ്റേത് കലാരൂപമാവട്ടെ, അതിൽ അവനവൻ്റെ രാഷ്ട്രീയ ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ആർട്ടിസ്റ്റുകളെ വന്ന് അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. അപ്പം അത് നമ്മുടെ സാംസ്കാരിക കേരളം എന്ന് നമ്മൾ പറയുന്ന ഒരു സംഗതിയുടെ ഒരു തകർച്ച അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ, അത് നമുക്കറിയാലോ. ഒന്നാമത് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഹെയ്റ്റ് ഉൽപ്പാദിപ്പിക്കാനല്ലോ, നമ്മൾ പറയില്ലോ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് അവരുടെ ഹാൻഡിൽസ് ഉണ്ട്. അതിൻ്റെ പേരിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവർ. അതൊക്കെ അവർ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഇതുള്ള ഐഡിയോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടും രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിട്ടും അവരുടെ മുതലെടുപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർ നടത്തുന്നുണ്ട്. അത് സാംസ്കാരിക മേഖലയിലേക്കാണ് അവർ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് കുറേ കാലമായിട്ട്. പല സാംസ്കാരിക മേഖല അതിൽ പെട്ടാണ് സിനിമയും. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ലേ. അത് പ്രത്യേകിച്ച് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് കേരളത്തിലും. അവരുടെ ഐഡിയോളജിക്ക് എതിരായിട്ട് ആരെങ്കിലും സംസാരിക്കുകയോ സിനിമ എടുക്കുകയോ ഒന്നും വേണ്ട, അവരുടെ ഐഡിയോളജിയായിട്ട് ബന്ധപ്പെട്ട് മൗനം പാലിച്ചാൽ പോലും അവരെ ചാപ്പകുത്തുകയാണ്, ഇവരുടെ വിരോധികളാണെന്നുള്ളത്. അങ്ങനെയാണല്ലോ പല ആൾക്കാരെ ആക്രമിക്കുന്നത്. ഇപ്പോൾ എമ്പുരാൻ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാലിനടക്കം ആക്രമിക്കുന്നതിന് കാര്യം അതാണ്. മോഹൻലാലൊന്നും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അങ്ങനെ നിലപാടുകൾ പരസ്യമായിട്ട് പറയുന്ന ഒരാളല്ല. വളരെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന മനുഷ്യനോട് മാത്രം സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അല്ലാണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വർഗ്ഗസ്നേഹം ഒരു പ്രത്യേക പാർട്ടിയോടോ അല്ലാണ്ട് ഒരു വിഭാഗത്തിനോടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കറിയാവുന്ന മോഹൻലാൽ അങ്ങനെയില്ല. പക്ഷെ മോഹൻലാലിനെയും ചാപ്പ കുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി അടക്കം തിരിച്ചെടുക്കണമെന്നുള്ള രീതിയിലുള്ള ബോഷ്ക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ.
അപ്പോൾ അങ്ങനെ ചാപ്പ കുത്തുകയാണ്. പിന്നെ പൃഥ്വിരാജിനെ കുറേ കാലമായിട്ട് ചാപ്പ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജിന് ഇടതുപക്ഷ ആശയം മനസ്സിലുണ്ടെങ്കിൽ എന്താ കുഴപ്പം? അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫാദർ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? സുകുമാരൻ ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ അദ്ദേഹത്തെ ചാപ്പ കുത്തുന്നതിന് കാരണം എന്താണ്? അതിനവർ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ വാര്യംകുന്നനായിട്ട് പുള്ളി അഭിനയിക്കാൻ പോയി എന്നുള്ളത്. ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവകാശം ഈ രാജ്യത്തില്ലേ? ഇപ്പോൾ എന്താ പറയുക, സവർക്കറായിട്ട് അഭിനയിക്കുന്ന ആളെ നമുക്ക് സവർക്കറിനോട് താല്പര്യമില്ലെങ്കിലും അയാളെ തള്ളിപ്പറയാൻ വേറെ ആൾക്കാർ തള്ളിപ്പറയണ്ടല്ലോ, പറയാനില്ലല്ലോ. കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് സ്വാതന്ത്ര്യം അവർക്കില്ല. ഗുണ്ടയായിട്ട് അതെ, അത് പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ കഥാപാത്രങ്ങളാവാനായിട്ട് ആർക്കും അവകാശമുണ്ട്. പിന്നെ വാര്യംകുന്നൻ എന്ന് പറഞ്ഞ സിനിമ എടുക്കണോ വേണ്ടെന്നുള്ളത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടമല്ലേ, അവകാശം. അയാൾ ഏതിൻ്റെ കാര്യത്തിൽ വാര്യംകുന്നൻ്റെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് ഇവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. ആ നാട്ടിൽ ജീവിച്ച മനുഷ്യർക്ക് അറിയായിരുന്നു. അതിൻ്റെ പിന്തുടർച്ച എല്ലാവർക്കും അറിയാം, ചരിത്രത്തിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതാണ് പൃഥ്വിരാജ് ചെയ്ത തെറ്റ്, നമുക്കറിയാലോ. അപ്പോൾ വേറെ എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? അങ്ങനെ ചില ആൾക്കാരുണ്ട്, അങ്ങനെ അവരെ ചാപ്പ കുത്തുകയാണ്. പിന്നെ ചാപ്പ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും ഇവരുടെ വർഗ്ഗശത്രുവായിട്ട് അവർ മാറുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെയൊക്കെ ചാപ്പ കുത്തിയേക്കുന്നത്, അത്രേ ഉള്ളൂ. ഇരുപത് കൊല്ലത്തിനിടയിൽ തീവ്രമായ ചില നിലപാടുകൾ, മതത്തിൻ്റെ ആയാലും രാഷ്ട്രീയത്തിൻ്റെ ആയാലും തീവ്രമായ നിലപാടുകൾ കലയിൽ, സിനിമ ഉൾപ്പെടെയുള്ള കലയിൽ ഭയങ്കരമായിട്ട് ഇടപെടുന്നു, അതിനെ നിയന്ത്രിക്കുന്നു, സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് നമുക്ക് ചെറുക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ചെറുക്കേണ്ടതാണല്ലോ. ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു വല്ലാത്ത അപജയത്തിലാണല്ലോ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കലയിൽ മാത്രമല്ല, ഇപ്പോൾ പാഠപുസ്തകങ്ങളിൽ പോലും പാഠപുസ്തകങ്ങളിൽ നിന്ന് ചരിത്രത്തെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവർക്ക് ഇഷ്ടപ്പെട്ട ചരിത്രം ഉണ്ടാക്കിയെടുത്തിട്ട് അത് പുതിയ തലമുറയിലേക്ക് ഉൽപ്പാദിപ്പിക്കുകയാണ്. അവരെ ഒരു രീതിയിൽ പറഞ്ഞൊരു ബ്രെയിൻ വാഷിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ചരിത്രങ്ങൾ അറിയേണ്ടതില്ല എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പോലും അവർ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിക്കുന്നത് നമുക്കറിയാം. പിന്നീട് നെഹ്റുവിൻ്റെ കാലഘട്ടം, ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമായിട്ട് ഇന്നും നിലനിൽക്കുന്നതിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ അന്നത്തെ മഹാന്മാരായിട്ടുള്ള ഒരുപാട് പേർക്ക് പങ്കുണ്ടായിരുന്നു. ആ കാലത്തെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് പുതിയൊരു കാലം എങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കുറേ കഴിയുമ്പോൾ അത് പൊളിയും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സിനിമയിലും ഉള്ളത്. കാരണം സിനിമയിൽ പല രീതിയിലേക്കും അവരുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ട്. അത്തരം സിനിമകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ബോളിവുഡിലൊക്കെ ഇഷ്ടംപോലെ അത്തരം സിനിമകൾ വന്നിട്ടുണ്ട്, പ്രോപ്പഗാൻഡ സിനിമകൾ എന്ന് പറയുന്നത്. ആ പ്രോപ്പഗാൻഡ സിനിമകളൊന്നും ജനങ്ങളെ സ്വാധീനിക്കുന്നില്ല എന്നുള്ള വേറൊരു കാര്യം. കേരളത്തിലും നമുക്കറിയാലോ, ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കേരളത്തിൻ്റെ ചരിത്രമായിട്ട് കേരളത്തിൻ്റെ ഇവിടെ നടക്കാത്തൊരു കാര്യത്തെ ഏതൊക്കെ രീതിയിലാണ് അത് പ്രോപ്പഗാൻഡയായിട്ട് അവർ ഉപയോഗിച്ചത്. നമ്മുടെ ഈ ഒരു സെക്കുലർ ഫാബ്രിക്കിനെ മുഴുവൻ തകർക്കുന്ന രീതിയിലേക്ക് സാംസ്കാരിക രംഗത്തും കലയിലും ചലച്ചിത്രത്തിലൊക്കെ അവർ കടന്നു കയറുന്നുണ്ട്. അതിന് അവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും. പക്ഷെ അതിന് പുതിയ തലമുറ നിന്നു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ തലമുറ പ്രത്യേകിച്ചും കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. കേരളത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും അവരിതിനെ ചെറുക്കുക തന്നെ ചെയ്യും. അവരുടെ സിനിമകളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ കലാപ്രവർത്തനങ്ങളിലൂടെയും കവിതയിലൂടെയൊക്കെ തന്നെ അവർ ചെറുക്കുന്നുണ്ടല്ലോ, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭരണകൂടം മറ്റെല്ലാ കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തിയിട്ട് പ്രതിപക്ഷം പോലും ഇല്ലാതാകുന്ന രീതിയിലേക്ക് നമ്മുടെ മൊത്തം ഭരണ സംവിധാനത്തെയും ജനാധിപത്യത്തെയും മാറ്റുന്നിടത്താണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അത് ഒരു ദീർഘനാളത്തെ ഒരു പ്രക്രിയയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യം എന്തവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ സൂചനകൾ പലതും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഭയപ്പെടുത്തുന്നുണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്താ പറയുക, അവരുടെ ഇഷ്ടങ്ങൾക്ക് എതിരായിട്ടുള്ള സിനിമകൾ വന്നാൽ അതിനെതിരെ വലിയ കൊലവിളിയായിട്ട് അവരിറങ്ങുന്നു. സാഹിത്യം വന്നു കഴിഞ്ഞാലും അതുപോലെ ഇറങ്ങുന്നു. അങ്ങനെ അനിഷ്ടമായിട്ടുള്ളൊരു കാര്യവും പറയേണ്ടതില്ല. അല്ലെങ്കിൽ ഭരണകൂടത്തെയും ഇവിടുത്തെ നേതാക്കന്മാരെയും പ്രത്യേകിച്ചും നമ്മുടെ പ്രധാനമന്ത്രിയൊന്നും മോശമായിട്ട് ഒരാൾക്കും സംസാരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് വരെ ഒരു രാജ്യം മാറുമ്പോൾ അതിനുള്ള ഫാസിസം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് പ്രസക്തി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്
നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് പലരും ഇതിനെതിരെ ശക്തമായ നിലപാട് എടുക്കേണ്ടവർ പോലും മൗനം പാലിക്കുന്നതിൻ്റെ പുറകിലുള്ള കാരണം അത് തന്നെയാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരുണ്ടാകുന്നു. നമുക്കറിയാലോ ചില ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരട്ടുക. ഇപ്പോൾ ഇ ഡി പോലുള്ള സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഭയപ്പെടുന്നത് ഇ ഡിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എന്താ പറയുക, നമ്മളെന്തിനാണ് ഇത്തരം നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ളതാണെങ്കിൽ പോലും സിനിമയിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു രീതിയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് പലരും മൗനം പാലിക്കുന്നുണ്ട്. ഇത് അടിയന്തരാവസ്ഥ കാലത്ത് നേരത്തെ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ്. അപ്പോൾ അതിൻ്റെ വീണ്ടും മറ്റൊരു മുഖമാണ്. അതുകൊണ്ടാണ് മറ്റൊരു അടിയന്തരാവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെ ചെറുക്കാൻ കലാകാരന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് അതിന് മുന്നിട്ട് ഇറങ്ങേണ്ടത്. അങ്ങനെയാണ് കാലാകാലങ്ങളിൽ നമ്മുടെ ജനാധിപത്യം ഇത്രയും സവിശേഷമായി നിലകൊണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തകർക്ക് അതിൻ്റെതായ പങ്കുണ്ട്. പക്ഷേ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മതത്തെ തന്നെ ഉപയോഗിക്കുന്നവരാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ. അതാണ് ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുന്നത്. നമ്മൾ അഭിമുഖീകരിക്കേണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ മതങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിൽ എല്ലാ ജനാധിപത്യ പാർട്ടികളും ഇറങ്ങിത്തിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് നമ്മൾ ഭയപ്പെടുന്നുണ്ട്. അതിനെതിരെ ചെറുക്കാനായിട്ട് സാംസ്കാരിക രംഗത്ത് നിന്ന് തന്നെ അതിൻ്റെ ഒരു ഉണ്ടാകണം, ആ ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിന് സാംസ്കാരിക പ്രവർത്തകരുടെ വലിയൊരു പിന്തുണ എല്ലാ കാലത്തും കിട്ടിക്കൊണ്ടിരുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന് പോലും ഇതിനെ ചെറുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് അത്ഭുതം തോന്നുന്ന കാര്യമാണ്. അല്ല, ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എന്താ പറയുക, സ്വാധീനം ഉപയോഗിക്കേണ്ട മേഖലകളിലൊക്കെ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് കേരളം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്വാധീനം അത്രമാത്രം ഇല്ലല്ലോ, നോർത്ത് ഇന്ത്യയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ അധികം കഴിയുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചോളം ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വളരെയധികം നമ്മുടെ ഈ ജനാധിപത്യം അല്ലെങ്കിൽ നമ്മുടെ മതേതര സാംസ്കാരിക മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇടതുപക്ഷം എന്നും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അത് അവരുടേതായ ദൗത്യം അവർ നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയമായ ഇടപെടലുകളിലൂടെ ആയാലും ശരി, സാംസ്കാരികമായ മറ്റിടപെടലുകളിലും സാമൂഹ്യമായിട്ടൊക്കെ തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമം നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ കൂടുതലും ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നതിന് കാര്യം അത് തന്നെയാണ്. ഐഡിയോളജിക്കലി അവരാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ പണം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മത മേധാവികളെയും ഇതിനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സ്വന്തമായ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ വഴി വരെ തീവ്രമായിട്ടുള്ള പ്രവർത്തനം നടക്കാറുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആധുനിക സമൂഹത്തിൻ്റെ ഒരു വലിയ സാധ്യതയാണ്, സിറ്റിസൺ ജേർണലിസം എന്നൊക്കെ പറയും. പക്ഷേ ഈ സോഷ്യൽ മീഡിയ തന്നെ ഇപ്പോൾ നമ്മുടെ നാടിന് അപകടം ചെയ്യുന്ന വിധത്തിലേക്ക് മാറുന്നുണ്ടോ? സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ നൂതന സങ്കേതമാണല്ലോ, യാതൊരു സംശയമില്ല. ആശയവിനിമയത്തിന് പ്രത്യേകിച്ചും സാധാരണ മനുഷ്യരുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ശബ്ദമില്ലാത്തവർക്ക് വരെ ശബ്ദം ഉണ്ടാകുന്ന ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പക്ഷെ അതിനെ വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനമായിട്ട് അതിന് മുൻകൈ എടുക്കുന്നത് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയാണ്. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ നിന്ന് തന്നെയാണ് ഈ ഹെയ്റ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് ഏറ്റെടുക്കുന്ന കുറേ എന്താ പറയുക, ഇതിനെക്കുറിച്ചൊരു അത്രമാത്രം ബോധമില്ലാത്ത ഒരു സമൂഹം ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. അവർക്കൊന്നും മുഖമില്ലല്ലോ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ മുഖം കാണാത്തതുകൊണ്ട് തന്നെ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം എന്നുള്ള രീതിയിലേക്ക് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം വല്ലാതെ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വെറുപ്പ് മാത്രമല്ലല്ലോ, നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഘടനയെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് ശാസ്ത്രീയ കാര്യങ്ങൾ ഇപ്പോൾ അന്ധവിശ്വാസങ്ങൾ തന്നെ പ്രചരിപ്പിക്കുക, മതത്തിൻ്റെ തന്നെ അനാവശ്യമായ അനാചാരങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് വരിക. അതല്ലാതെ തന്നെ ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള തന്നെ നമുക്കറിയാം, വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയും അതിനെക്കുറിച്ച് പുതിയ തലമുറ വളരെയധികം കോൺഷ്യസ് ആവുന്ന ഒരു കാലഘട്ടത്തിലും നമ്മൾ ഇതൊന്നുമല്ല ശരി, പിന്നടത്തം ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങിത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതൊക്കെ പല രീതിയിൽ ജനങ്ങളെ സാധാരണക്കാരായ മനുഷ്യരെ സ്വാധീനിക്കും. അവിടെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്.
അപ്പോൾ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയൊരു മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണം ഉള്ള പോലെ തന്നെ ദോഷമുണ്ടെന്നുള്ളത് പുതിയ കുട്ടികളെ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സിനിമയുടെ സങ്കല്പങ്ങളൊക്കെ നിരന്തരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ കുട്ടികൾ, സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പുതിയ ആളുകൾ, സംവിധായകരും ഒക്കെ വന്ന് സിനിമയുടെ ഒരു ശൈലി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ കമൽ സിനിമയിൽ ഒരു ബോധപൂർവമുള്ള ഒരു മാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, നമ്മളെല്ലാ കാലഘട്ടത്തിലും സിനിമ ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളാണ് സിനിമയാക്കുന്നത്. അപ്പോൾ അതിനെ ഞാനൊക്കെ എന്നും നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് ദോഷമായിട്ടുള്ള ഒരു കാര്യം സിനിമയിലൂടെ പറയരുതെന്ന് തന്നെയാണ് എന്നും നോക്കുന്നത്. പക്ഷെ അതിനൊരു പ്രോപ്പഗാൻഡയുടെ സ്വഭാവം വരാൻ പാടില്ല. അതെ. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ സിനിമയിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ കഥയിലും കഥാപാത്രങ്ങളിലൂടെയൊക്കെ വന്നു പോകേണ്ട ഒരു കാര്യമാണ്. അത് വരുന്നുണ്ട്. ഞാനത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത് ഇത്തരമൊരു സിനിമ ഞാൻ എന്തിനു ചെയ്യണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പോൾ സമൂഹത്തിന് ദോഷം ഉണ്ടാകുന്ന സിനിമയിലേക്ക് അധികം പോകാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ എന്നും നോക്കുന്നത്. എന്ന് വെച്ചാൽ നിർദോഷമായ നിർഗുണമായ സിനിമകളെല്ലാം നമുക്ക് പറയാം ആന്റി സോഷ്യൽ ആവാതിരിക്കുക. പല രീതിയിലും അങ്ങനെയാണല്ലോ. അത് എപ്പോഴും നോക്കാറുണ്ട്. ഇനിയൊരു സിനിമ ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞാൻ സിനിമകൾ ചെയ്യുക, അല്ലെങ്കിൽ സിനിമ ചെയ്യാതിരിക്കും, അത്രേ ഉള്ളൂ. അതെ, ഓരോ സിനിമയ്ക്കും അതിനനുയോജ്യമായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയായിരിക്കും. പലതരം സിനിമകൾ സാറ് ചെയ്തിട്ടുണ്ട്. വളരെ അവാർഡുകൾ കിട്ടിയിട്ടുള്ള സിനിമ, പോപ്പുലർ സിനിമ, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലപ്പോഴും ഈ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻതാടികളെ കുറിച്ച് കൂടുതലായിട്ട് ഒരു അടുപ്പം പറയുന്നുണ്ട്. എന്തായിരിക്കും അതിന് കാരണം? അല്ല, അതെന്ന് വെച്ചാൽ ഒന്നാമത് ആദ്യകാലത്താണ് അങ്ങനെ പറഞ്ഞിരുന്നത് എനിക്ക് പ്രിയപ്പെട്ട സിനിമ എന്നുള്ളത്. ശേഷം എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് സിനിമകൾ അതിന് മുമ്പും പിമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. കാക്കോത്തിക്കാവിനെ കുറിച്ച് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഫാസിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാൻ സംവിധാനം ചെയ്ത ഒരു സിനിമ, എനിക്കത് വളരെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു സിനിമയായിട്ട് അങ്ങനെ മാറിയിട്ടുണ്ട്. മറ്റൊന്ന്, അതൊരു നായകനില്ലാത്ത സിനിമയാണ്. ആ സിനിമയിൽ നായകനില്ല. അപ്പം നമ്മുടെ ഈ നായക സങ്കല്പങ്ങൾ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിൽ നായകനില്ലാത്തൊരു സിനിമ എന്നുള്ള രീതിയിലാണ് എനിക്ക് ആ സിനിമയോട് ഒരു താല്പര്യം. കാരണം അതിലെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ വളർന്നിട്ടുള്ള ആ സ്ത്രീകളും അവരൊക്കെ തന്നെയുള്ളൂ ഒരു നമ്മളൊരു സോക്കോൾഡ് ഹീറോയിക് ഒരു പരീക്ഷണ സ്വഭാവം ഉണ്ട് സിനിമയിൽ. ആ പരീക്ഷണത്തിന് അപ്പുറത്ത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും സിനിമ ചെയ്യാം, അത് സക്സസ് ആക്കാം എന്നുള്ളതായിരുന്നു ആ സിനിമയുടെ ഒരു ഇത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു നായികക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ പോലും നായകന്മാർ കടന്നു വരാറുണ്ട്. നമ്മുടെ സൂപ്പർ താരങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരം സിനിമകൾ. പല സിനിമകളും നമ്മൾ പേര് പറയേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഞ്ചാഗ്നി പോലും. പഞ്ചാഗ്നിയിൽ ഗീത അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് അതിൽ സെൻട്രൽ ക്യാരക്ടർ. പക്ഷെ അതിൽ മോഹൻലാൽ ഒരു അന്നത്തെ സൂപ്പർ താരം ഒരു കഥാപാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകൾ വരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. അവിടെ ഒരു മേമ്പടിക്ക് നമ്മൾ പറയില്ല, ഒരു നായകനുണ്ടാവും, വിപണി വിജയത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. അതില്ലാണ്ട് ചെയ്ത ഒരു സിനിമയായിട്ട് അത് വിപണി വിജയം നേടി എന്നുള്ളതുകൊണ്ടാണ് ഞാനതിനെ എപ്പോഴും പ്രിയപ്പെട്ട സിനിമയായിട്ട് പറയുന്നത്. അതൊരു ബോധപൂർവം ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ചെയ്തതല്ല, അങ്ങനെയും ചെയ്യാം. അങ്ങനെയൊന്നുമല്ല, ബോധപൂർവ്വമൊന്നുമല്ല. അത് ഫാസിൽ എന്നോട് പറയുന്ന ഒരു കഥ മധുമുട്ടത്തിന്റെ കഥയായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. ഫാസിൽ ചെയ്യാനായിട്ട് ആലോചിച്ചിരുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തോട്ടെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇത് കമലിന് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തോളാൻ പറഞ്ഞു. അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഓരോ കാലഘട്ടത്തിലും ഓരോ സിനിമകൾ പ്രിയപ്പെട്ടതാവും. ഞാൻ ചെയ്ത സിനിമകളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ മറ്റേതിനെ മോശമാണെന്നോ അല്ലെങ്കിൽ ഇത് നല്ല കൂടുതൽ നല്ലതെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു ആവർത്തന സ്വഭാവം വരാതിരിക്കാനുള്ള ശ്രമം കൂടി എന്റെ പിന്നിലുണ്ട്. അതെ.